സഹോദരങ്ങളെ, നമ്മളൊക്കെ മരണപ്പെട്ടു പോകേണ്ടവരാണ്. നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാണ്. അങ്ങനെ ഞാനും നിങ്ങളും ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി തിരിച്ചു വരവില്ലാത്ത ഒരു അവസാനത്തെ ഒരു യാത്ര, ഒരിക്കലും മടങ്ങി വരാത്ത, മടക്കമില്ലാത്ത ഒരു യാത്ര. എല്ലാവരോടും നമ്മൾ യാത്ര പറയാൻ നിൽക്കാറില്ല. ഗൾഫിൽ പോകുന്നവരെ യാത്ര പറയാറുണ്ട്. പ്രഭാഷണം കഴിഞ്ഞു പോകുന്ന ഉസ്താദ് സംഘാടകരോട് യാത്ര പറയാറുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായി നമ്മൾ വിട പറഞ്ഞു പോകുമ്പോ ആരോടും ഒരു വാക്കുകൊണ്ടുപോലും യാത്ര പറയാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. ആ യാത്ര ഞാനും നിങ്ങളും പോയി കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും അള്ളാഹു വിധിച്ചിട്ടുള്ള ഖബറിടം എവിടെയാണ് ആർക്കും പറയാൻ കഴിയില്ല. കേരളത്തിന്റെ അങ്ങേയറ്റത്തെ ജില്ലയായ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് 24 കിലോമീറ്ററുകൾ മാറി പനവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന എനിക്ക് ഒരുപക്ഷെ അള്ളാഹുവിന്റെ വിധി എനിക്കിവിടെയാണ് അടക്കം ചെയ്യപ്പെടാനുള്ള വിധിയെങ്കിൽ എന്റെ സഹോദരങ്ങളെ, എന്നെ സൃഷ്ടിക്കാൻ അള്ളാഹു മണ്ണെടുത്തത് ഈ മഖാമിന്റെ ചാരത്ത് നിന്നാണെങ്കിൽ എന്നെ ഇവിടെ അടക്കപ്പെടും. അതാർക്കും പറയാൻ കഴിയില്ല. എവിടെയാണ് നമ്മൾ അടക്കപ്പെടുന്നതെന്ന് ആർക്കും പറയാൻ കഴിയില്ല. എവിടെയായിരുന്നാലും നാളെ നമ്മൾ ഇസ്രാഫീൽ എന്ന മാലാക സൂർ എന്ന കാഹളത്തിൽ രണ്ടാമതൊരു ഊത്തൂതുമ്പോൾ നമ്മളൊക്കെ എഴുന്നേറ്റു വരണം. ആദ്യമായിട്ട് ഹദീസിൽ കാണാം, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുബ്ബത്തുൽ ഖൽറാഇന്റെ ചുവട്ടിൽ നിന്ന് എഴുന്നേറ്റ് അടുത്ത് കിടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ എഴുന്നേൽപ്പിച്ച്, ഉമറുൽ ഫാറൂഖ് തങ്ങളെയും എഴുന്നേൽപ്പിച്ച് 150 മീറ്റർ മാത്രമുള്ള ആ ജന്നത്തുൽ ബഖീഇൽ ചെന്ന് അവിടെ അടക്കം ചെയ്യപ്പെട്ട മുഴുവൻ ആളുകളെയും ക്ഷണിച്ച് 555 കിലോമീറ്റർ ദൂരമുള്ള ജന്നത്തുൽ മുഅല്ലയിൽ വന്ന് അവരെയും വിളിച്ചുണർത്തി എല്ലാവരും പ്രവിശാലമായ പടച്ചതമ്പുരാന്റെ ആ കോടതിയിൽ എത്തിയതിനു ശേഷമാണ് കൂട്ടരെ നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോവുക. എല്ലാവരും എഴുന്നേറ്റ് അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോഴേക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ അള്ളാഹുവിന്റെ വിചാരണ ആരംഭിക്കുകയായി. ആ സമയം മുതൽ നരകത്തിലേക്ക് ചെന്ന് വീഴുന്ന സമയം വരെയുള്ള ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 5 വിലാപങ്ങളെ പറ്റി പരിചയപ്പെടുത്തി. 5 വിലാപങ്ങൾ, ഞാനും നിങ്ങളും വിലപിക്കുന്ന 5 വിലാപങ്ങളാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരട്ടെ. ഇസ്രാഫീൽ എന്ന മാലാക സൂർ എന്ന കാഹളത്തിലൂതി ഈ ലോകത്തുള്ള മുഴുവനും നശിച്ച് നാമാവശേഷമായി രണ്ടാമത് ഇസ്രാഫീൽ എന്ന മലക്ക് സൂർ എന്ന കാഹളത്തിലൂതുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോരുത്തരെയും അള്ളാഹു തആല വിരിച്ചിട്ടുള്ള ഖബറിടത്തിൽ നിന്ന് അവർ അള്ളാഹുവിന്റെ മഹ്ശറയിലോട്ട് ഒരുമിച്ച് കൂടുന്ന സമയത്ത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കുക, 5 വിലാപങ്ങളെ പറ്റി അള്ളാഹു പരിചയപ്പെടുത്തുകയാ. 5 സ്ഥലങ്ങളിൽ നമ്മൾ വിലപിക്കേണ്ടി വരുമെന്നുള്ളതാണ്. ആ 5 സ്ഥലങ്ങൾ ഇവിടെ വെച്ച് വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്ന ആ 5 സ്ഥലങ്ങൾ ഇവിടെ വെച്ച് മനസ്സിലാക്കി അവിടെ രക്ഷപ്പെടാനുള്ള അവസരം എന്താണെന്ന് ഇവിടെ വെച്ച് കാലേ കൂട്ടി ഒന്ന് മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തെ ഒന്ന് ഭാസുരമാക്കിയാൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്ക് പുഞ്ചിരിക്കുന്ന വദനത്തോടെ, സന്തോഷത്തോടെ, ഉല്ലാസത്തോടെ, ഉത്സാഹത്തോടെ, ആനന്ദത്തോടെ, ആനന്ദതുന്തിലരായി അള്ളാഹുവിന്റെ മഹ്ശറിൽ നമുക്ക് നിൽക്കാൻ കഴിയും. അള്ളാഹു ഭാഗ്യം തരട്ടെ. ആ 5 വിലാപങ്ങളെ പറ്റി അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. ആദ്യത്തെ വിലാപം എവിടെയാണ്? ആദ്യം വിലപിക്കുന്നത് എവിടെയാണ്? ഞാനും നിങ്ങളും വിലപിക്കുന്ന 5 സ്ഥലങ്ങളാണ് എന്റെ സഹോദരങ്ങളെ. 5 മനസ്സിലാക്കുക, 5 ഓർമ്മയിലിരിക്കട്ടെ. ആദ്യമായിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എല്ലാവരും അള്ളാഹുവിന്റെ പ്രവിശാലമായ മഹ്ശറ വനസഭയിലെത്തി കഴിഞ്ഞാൽ ഒരു ശാൻ മുകളിൽ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വറക്കുമ്പോൾ എല്ലാവരും അവരവര് ചെയ്ത തെറ്റിന്റെ അളവനുസരിച്ചുകൊണ്ട് വിയർക്കുമെന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. കണ്ണങ്കാല് വരെ വിയർക്കുന്നവരുണ്ടാകും, കാലിന്റെ മുട്ട് വരെ വിയർക്കുന്നവരുണ്ടാകും, അര വരെ വിയർക്കുന്നവരുണ്ടാകും, കഴുത്തറ്റം വരെ വിയർക്കുന്നവരുണ്ടാകും. സുബ്ഹാനല്ലാഹ്, ചിലർ വിയർപ്പിലതാ മുങ്ങിത്താഴുകയാണ്. സഹോദരങ്ങളെ, ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, എല്ലാവരുടെയും വിചാരണ ആരംഭിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവിശാലമായ കോടതിയാണ്. ഇന്ന് ബേക്കലെ മഖാം ഉറൂസിന് വന്നത് ആരൊക്കെയാണെന്ന് സംഘാടകരെ എണ്ണി നോക്കുന്നില്ല. ഇവിടുത്തെ ഭാരവാഹികൾ ആരൊക്കെയാണ് വരാത്തതെന്ന് എണ്ണി നോക്കുന്നില്ല. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ചതമ്പുരാന്റെ പ്രവിശാലമായ മഹ്ശറ വനസഭയിലെത്തുന്നവരെ പറ്റി അല്ലാഹു പരിചയപ്പെടുത്തിയത് എന്തെന്നറിയുമോ? അഹ്സാഹും അഅദ്ദഹും അഅദ്ദാ
അല്ലാഹു പരലോകത്ത് എല്ലാവരെയും എണ്ണി നോക്കുകയാണ്. കാസർഗോഡ് ജില്ലക്കാരാ, നിനക്ക് മാറാൻ കഴിയില്ല മോനെ, നിനക്ക് മാറാൻ കഴിയില്ല ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ മാതാവിന്റെ ചാരത്തിൽ നിന്ന് മാതാവിന്റെ കണ്ണു വെട്ടിച്ച് നിനക്ക് മാറാൻ കഴിഞ്ഞെന്ന് വന്നേക്കാ. പൊന്നുമോളെ, അല്ലാന്റെ കോടതിയിൽ നിനക്ക് മാറാൻ കഴിയില്ല. കാരണം എന്തെന്നറിയോ? നാലു ഭാഗത്തല്ലാന്റെ മാലാകമാരാ, നാലു ഭാഗത്തല്ലാന്റെ മാലാകമാരാ. മാലാകമാര് നാലു ഭാഗത്ത് പ്രൊട്ടക്ഷനായി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചുകൊണ്ട് അവര് നിന്നെ സംരക്ഷണ വലയത്തിന്റെ ഉള്ളിലാക്കി നിൽക്കുമ്പോ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, 5 വിലാപങ്ങളിൽ ഒന്നാമത്തെ വിലാപം ഏതെന്നറിയോ? അള്ള എല്ലാവരെയും എണ്ണി നോക്കുകയാണ്. ഓരോരുത്തരും വന്നിട്ടുണ്ടോ എന്ന് അള്ള എണ്ണി നോക്കുകയാ. പടച്ചതമ്പുരാന് എണ്ണേണ്ട ആവശ്യമില്ല, അള്ളാഹ് എണ്ണി നോക്കേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് മനസ്സിലാകാൻ, നമുക്ക് തിരിയുന്ന ഭാഷയിൽ അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, എല്ലാവരെയും അള്ള എണ്ണി നോക്കുമ്പോ ആകാശത്തിന്റെ ചുവട്ടില് ഭൂമിയുടെ മുകളില് ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകാവസാനത്തിന്റെ നാൾ വരെ പ്രസവിക്കപ്പെട്ട മുഴുവൻ മനുഷ്യര് അവിടെ എത്തിയെന്ന് അള്ളാഹു ഉറപ്പുവരുത്തുമ്പോ, സഹോദരങ്ങളെ, കോടാന 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 കോടി ജനവിഭാഗത്തിന്റെ മുമ്പിൽ നിന്ന് എന്നെയും നിങ്ങളെയും പേര് വിളിക്കുകയാ. എന്താ പേര് വിളിക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നകും സതുൽഊന യൗമൽ ഖിയാമ ബിഅസ്മാഇകും വഅസ്മാഇ ആബായികും. നിങ്ങളുടെയും നിങ്ങളുടെ വാപ്പാന്റെ പേര് ചേർത്തിട്ട് വിളിക്കുകയാണ്. സഹോദരങ്ങളെ, നേരെ പടച്ചതമ്പുരാന്റെ മലക്കുകൾ വിളിക്കുന്ന ഭാഗത്തേക്ക് പോവുകയാ. കാസർഗോഡ് ജില്ലക്കാര് മാത്രമാണോ ഒരുമിച്ച് കൂടുന്നതല്ല, കേരളത്തിലെ ആളുകൾ മാത്രമാണോ ഒരുമിച്ച് കൂടുന്നതല്ല, ഇന്ത്യയിലെ ആളുകൾ മാത്രമാണോ ഒരുമിച്ച് കൂടുന്നതല്ല. ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിയുടെ മുകളിലുള്ള മുഴുവനും മനുഷ്യരെയും അല്ല ഒരുമിച്ച് കൂട്ടുമ്പോ, സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അല്ലാന്റെ മുമ്പിലെത്തുകയാ. പടച്ചതമ്പുരാന്റെ മുമ്പിലെത്തുമ്പോ എന്റെയും നിങ്ങളുടെയോ പിതാവിന്റെ പേര് വിളിച്ച് എന്നെയും നിങ്ങളെയും അല്ലാഹുവിന്റെ മലക്കുകൾ അടുത്തേക്ക് വിളിച്ചിട്ട് തരികയാ. നമ്മുടെ കയ്യില് എന്താ തരുന്നതെന്നറിയോ? സ്വർഗത്തിന്റെ പാസല്ല, 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 അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റ് അല്ല. പിന്നെ എന്താ തരുന്നതെന്നറിയോ? ആദ്യമായിട്ട് അല്ലാഹു നമ്മുടെ മുമ്പിലേക്ക് തരുന്നത്, സഹോദരങ്ങളെ, ജീവിതത്തിന്റെ റെക്കോർഡ് പുസ്തകമാണ്, ജീവിതത്തിന്റെ കർമ്മ പുസ്തകമാണ്, ജീവിതത്തിന്റെ റെക്കോർഡ് പുസ്തകമാണ്. എന്ത് റെക്കോർഡ് പുസ്തകമാണ്? സുബ്ഹാനല്ലാഹ്. ഡയറി കുറിപ്പ് എഴുതുന്ന പെങ്ങളെ, ഡയറി കുറിപ്പ് എഴുതുന്ന ചെറുപ്പക്കാരാ, ഓരോ ദിവസത്തിന്റെ നിന്റെ അനുഭവത്തിന്റെ കുറിപ്പ് നീ രേഖപ്പെടുത്തുമ്പോ, പൊന്നുമോനെ, അതുപോലെയാണോ പടച്ചവന്റെ റെക്കോർഡ്? അല്ല, ഒരു CCTV ക്യാമറ പോലെ അല്ല. അങ്ങനെ ഉപമിക്കാൻ നമുക്ക് കഴിയുകയില്ല. ഒരൊറ്റ വാചകത്തിൽ അല്ലാഹു പരിചയപ്പെടുത്തിയല്ലോ, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ഒരു ചെറുതും വലുതുമില്ലാത്ത ഒന്നുപോലും അല്ലാഹു അവിടെ ഒഴിവാക്കിയിട്ടില്ല. നിന്റെ മനസ്സിന്റെ ഉള്ളറകളിൽ നീ ചിന്തിച്ചു കൂട്ടിയത്, നിന്റെ കണ്ണുകൊണ്ട് ആരും കാണാതെ നീ കണ്ടു തീർത്തത്, ആരും അറിയാതെ ഒളിക്കണ്ണുകൊണ്ടുള്ള നിന്റെ നോട്ടമുണ്ടല്ലോ, അകതാരിന്റെ അകക്കാമ്പിൽ ആരും അറിയാതെ ചിന്തിച്ചു കൂട്ടിയ വിഷയങ്ങളുണ്ടല്ലോ, നീ കേട്ടതുണ്ടല്ലോ. പാതിരാത്രിയുടെ നിശബ്ദതകളിൽ ആരോരും അറിയാതെ നീ നിന്റെ ബെഡ്ഷീറ്റ് തലയിലൂടെ പുതച്ച് നീ ചെവിയിലേക്ക് നീ ഹെഡ്സെറ്റ് വെച്ച് തിരികെ കയറ്റി ആരോടാണോ സംസാരിച്ചത്? ആയൊരു പെണ്ണിനോടാ സംസാരിച്ചത്. ആ പെണ്ണിന്റെ ഭർത്താവ് അറിയുന്നില്ല, നിന്റെ ഭാര്യ അറിയുന്നില്ല, നിന്റെ പൊന്നുമക്കൾ അറിയുന്നില്ല, ആരോരും അറിയാതെ നീ സംസാരിക്കുന്നതല്ല. പൊന്നുമോനെ, ഒന്നുപോലും ഇല്ലാതെ, ഒരു അക്ഷരം പോലും ഇല്ലാതെ, ഒരു വള്ളി പോലും ഇല്ലാതെ എല്ലാ മലക്കുകളെ രേഖപ്പെടുത്തുകയാ. ആ രേഖപ്പെടുത്തപ്പെടുന്ന ഗ്രന്ഥം നിന്റെ കയ്യിലേക്ക് തരികയാ. ആ ഗ്രന്ഥം നിന്റെ കയ്യിൽ കിട്ടുമ്പോ പരസ്യമായിട്ട് വായിക്കണം മുസ്ലിം ചെറുപ്പക്കാരാ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, പരസ്യമായിട്ട് വായിക്കേണ്ടി വരും കൂട്ടരെ. ഇവിടെ നിങ്ങളെ ഒരാളെ ഞാൻ വിളിച്ചു നിർത്തിയിട്ട് നിങ്ങളോട് പറയുകയാണ്, ഇന്ന് ഇശാ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത തിന്മകളെ പറ്റി നിങ്ങളൊന്ന് വിളിച്ചു പറയാൻ പറഞ്ഞാൽ ഈ മൈക്കൊന്ന് ഓഫാക്കിയിട്ട് ഞാൻ പറയുകയാണ്, ഇന്ന് ഇശാ കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രവർത്തിച്ചത് മുഴുവനും ഒന്ന് വിളിച്ചു പറയാൻ പറഞ്ഞാൽ, സഹോദരങ്ങളെ, നൂറുകണക്കിന് ആളുകളുടെ മുമ്പിൽ
നൂറുകണക്കിന് ആളുകളുടെ മുമ്പിൽ സഹോദരങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത തിന്മകൾ വിളിച്ചു പറയാൻ കഴിയില്ല. എനിക്ക് എന്റെ തിന്മകളെ വിളിച്ചു പറയാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നറിയോ? ആളുകളെ കല്ല് പറക്കി എറിയൂലേ, ആളുകളെ ചെരുപ്പ് പറക്കി എറിയൂലേ സഹോദരങ്ങളെ, ആളുകളെ കൈകൊട്ടി ചിരിക്കൂലേ, കൈകൂപ്പി വിളിക്കില്ലേ? ഇന്നാ പടച്ചതമ്പുരാന്റെ കോടതിയിൽ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടുമ്പോ അന്ന് മൈക്രോഫോണിന്റെ ആവശ്യമില്ല, അന്ന് ഇതുപോലത്തെ പ്രസംഗപീഠത്തിന്റെ ആവശ്യമില്ല. അല്ലാഹുവിന്റെ മാലാഖമാര് നിൽക്കുമ്പോ നീ എല്ലാം വിളിച്ചു പറയാൻ ആ ജീവിതത്തിന്റെ റെക്കോർഡ് പുസ്തകം കൈനീട്ടി വാങ്ങണം. അങ്ങനെ വാങ്ങുമ്പോ രണ്ട് രീതിയിലാണ് കിതാബ് വാങ്ങുക. ചിലര് വലത് കൈ കൊണ്ടാണ് കിതാബ് വാങ്ങുക, എന്നാ ചിലത് ഇടത് കൈ കൊണ്ടാണ് കിതാബ് വാങ്ങുന്നത്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തി 5 വിലാപങ്ങളിൽ ഒന്നാമത്തെ വിലാപത്തെ പറ്റി അള്ളാഹ് പറയുകയാണ്. സൂറത്തുൽ ഹാഖ എടുത്തൊന്ന് പരിശോധിക്കുമോ ചെറുപ്പക്കാരാ? ഖുർആൻ പഠിക്കണേ പൊന്നുമക്കളെ, ഇന്ന് നിങ്ങൾ ചെല്ലണേ സൂറത്തുൽ ഹാഖ എടുക്കണേ, എന്നിട്ട് അള്ളാന്റെ വാക്ക് നിങ്ങൾ കേൾക്കണേ. അള്ളാഹ് പറഞ്ഞ രണ്ടാണ്. വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയാ വലം അദ്രി മാ ഹിസാബിയാ യാ ലൈതഹാ കാനതിൽ ഖാലിയാ. അല്ലാഹ് പരിചയപ്പെടുത്തി 5 വിലാപങ്ങളിൽ ഒന്നാമത്തെ വിലാപമാണ്. അല്ലാഹ് തന്നെ പറയട്ടെ, വഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി, ആരുടെ ഇടത് കൈയിലാണോ കിതാബ് ലഭിക്കുക, ഭയപ്പെടണം ചെറുപ്പക്കാരാ. ഇവിടെ സഹായിക്കാൻ ചാരിറ്റി പ്രവർത്തകരുണ്ട്, ഇവിടെ സഹായിക്കാൻ രാഷ്ട്രീയക്കാരുണ്ട്, ഇവിടെ സഹായിക്കാൻ കൂട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ കോടതിയിൽ സഹായിക്കാൻ അല്ലാഹയല്ലാതെ വേറെ ആരുമില്ല ചെറുപ്പക്കാരാ. ഇവിടെ നമ്മളോട് തിന്മകൾ ചെയ്യാൻ കാണിച്ചു തരാൻ ആളുകളുണ്ട്, പക്ഷേ അവിടെ ആരും നമ്മുടെ തിന്മകൾ വഹിക്കുകയില്ല. അതുകൊണ്ട് ഇടത് കൈയിലാണ് കിതാബ് വാങ്ങുന്നതെങ്കിൽ ചിന്തിക്കണേ സഹോദരങ്ങളെ. അല്ലാഹ് പറയുകയാണ്, ഇടത് കൈയിൽ കിതാബ് വാങ്ങുന്നവൻ അവിടെ വിളിച്ചു പറയുകയാ. ഒന്നാമത്തെ വിലാപമാണ്. എന്താ അവന് പറയുന്നതെന്നറിയോ? യഖൂലു യാ ലൈതനി ലം ഊത കിതാബിയാ വലം അദ്രി മാ ഹിസാബിയാ യാ ലൈതഹാ കാനതിൽ ഖാലിയാ. അവനെ വിളിച്ചു പറയുന്ന 3 കാര്യങ്ങളാണ്. അല്ലാഹ് പറഞ്ഞതെന്തെന്നറിയോ സഹോദരങ്ങളെ? ഒന്നാമതായിട്ട് അല്ലാഹു പറയുകയാണ്, അവന് പറയുന്നു, പടച്ചവനേ ലം ഊത കിതാബിയാ, എനിക്ക് ആ ഗ്രന്ഥം കയ്യിൽ കിട്ടാതിരുന്നെങ്കിൽ, അല്ലാഹുവേ ജീവിതത്തിന്റെ കർമ്മപുസ്തകം വാങ്ങാതിരുന്നെങ്കിൽ, ജീവിതത്തിന്റെ റെക്കോർഡ് പുസ്തകം ഞാൻ വാങ്ങാതിരുന്നെങ്കിൽ, എന്നിട്ട് അവന് പറയുകയാണ് വലം അദ്രി മാ ഹിസാബിയാ, അല്ലാഹുവേ വിചാരണ എന്തെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ, എന്നിട്ട് അവന് പറയുകയാണ് യാ ലൈതഹാ കാനതിൽ ഖാലിയോ, മരണത്തോടെ എല്ലാം അങ്ങ് അവസാനിച്ചിരുന്നെങ്കിൽ, മരണപ്പെട്ടതോടുകൂടി എല്ലാം മണ്ണോടങ്ങ് ചേർന്ന് പോയിരുന്നെങ്കിലെന്ന് ആദ്യത്തെ നിലവിളി അവനെ വിളിക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ 5 വിളികളാണ്, 5 വിളികളാണ് അല്ലാഹ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ വിളിയാണ്, അല്ലാഹുവേ പടച്ചവനെ നാളെ പരലോകത്ത് വിളിച്ചു പോവുകയാണ്, എന്റെ കിതാബ് എനിക്ക് കിട്ടാതിരുന്നെങ്കിലെന്ന്. അല്ലാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കിതാബ് വാങ്ങിയ മതിയാവൂ. ഉറങ്ങരുത്, ഉറങ്ങരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. 10 മണിക്ക് വാളം വെച്ചിട്ട് കാസർഗോഡ് തിരുവനന്തപുരത്ത് നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾ ഉറങ്ങിയാൽ അത് ശരിയായ നടപടിയല്ല. ഉറങ്ങരുത്. ആരും ഉറങ്ങുന്നൊന്നുമില്ല, ഉറങ്ങുന്നതിന് മുമ്പ് അത് പറഞ്ഞതാണ്. സാധാരണ ഉറങ്ങിയിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ കാര്യമില്ലല്ലോ. ഒരു കുടം മകളുടെ കൈ കൊടുത്തിട്ട് മാതാവ് പറഞ്ഞു ഇത് പൊട്ടിക്കാതെ കൊണ്ടുവരണം, വെള്ളം കോരി കൊണ്ടുവരാൻ പറഞ്ഞു. ആ കുട്ടി അത് വാങ്ങി പോകാനൊരുങ്ങുമ്പോ തിരിച്ചു വിളിച്ച് ആ കുട്ടി ഒരൊറ്റ അടിയടിച്ചു. എന്നിട്ട് പറഞ്ഞു പൊട്ടിക്കരുത്, പൊട്ടിക്കാതെ കൊണ്ടുവരണം. കണ്ടു നിന്നവരൊക്കെ പറഞ്ഞു എന്തിനാ നീ അടിച്ചത്? പൊട്ടിച്ചിട്ട് അടിച്ചാ പോരെ, പൊട്ടിക്കാതെ തന്നെ വെറുതെ അടിച്ചത്. അപ്പോഴാണ് മാതാവ് പറഞ്ഞു പൊട്ടിച്ചിട്ട് അടിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഈ അടിയുടെ ചൂടും അടിയുടെ വേദനയും കൊണ്ട് അത് പൊട്ടിക്കാതെ തിരിച്ചു കൊണ്ടുവരും, അതിനാണ് അടിച്ചത്. അപ്പോ പൊട്ടിച്ചിട്ട് കൊണ്ടുവന്ന് നമ്മുടെ മക്കളെ തല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഷാഫി ഉസ്താദ് പറഞ്ഞത്, നിങ്ങളുടെ മക്കൾ പോയിട്ട് ബേക്കൽ മക്കാമി കൊണ്ടുവന്ന് 10,000 രൂപ കൊടുത്ത് ദുആ ചെയ്ത മോള് വരൂല. പോകുന്നതിന് മുമ്പ് ഒരു 10 രൂപയുടെ കയറെങ്കിലും വാങ്ങിച്ച് കെട്ടി അടുത്തിട്ടിക്കണം.
അതാണ്, പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉറങ്ങരുത് സഹോദരങ്ങളെ. 5 സ്ഥലങ്ങളിൽ നമ്മൾ നിലവിളിക്കും. ഖാറൂന്റെ കഥയല്ല, ഫിർഔനിന്റെ കഥയല്ല, നമ്രൂദിന്റെ കഥയല്ല, ധിക്കാരികളുടെ കഥകളല്ല, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അഹങ്കരിച്ചവന്റെ കഥകളല്ല. ഞാനും നിങ്ങളും അടങ്ങുന്ന നമുക്ക് ഓരോരുത്തർക്കും നാളെ അനുഭവിക്കേണ്ട, നമ്മൾ അഭിമുഖീകരിക്കേണ്ട വിഷയത്തെ പറ്റിയാ പറയുന്നത്. അതുകൊണ്ട് ഗൗരവത്തോടെ കേട്ടോ എന്റെ മുസ്ലിം ചെറുപ്പക്കാരാ, കാസർഗോഡ് ജില്ലയിലെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കോ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ 5 വിലാപങ്ങളിൽ നമ്പർ 1 നാളെ പരലോകത്ത് ജീവിതത്തിന്റെ റെക്കോർഡ് പുസ്തകം കിട്ടുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് നമ്മുടെ കയ്യിൽ അതങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ, ഏത് കയ്യില്? ഇടത് കയ്യിൽ കിട്ടുന്നവരുടെ അവസ്ഥയാണ്. അവൻ പറയും, പടച്ചോനെ ഇത് കിട്ടാതിരുന്നെങ്കിൽ, ഇതെനിക്ക് കിട്ടാതിരുന്നെങ്കിൽ, വിചാരണ എന്തെന്ന് അറിയാതിരുന്നെങ്കിൽ, മരിച്ചതോടുകൂടി മണ്ണോടങ്ങ് ചേർന്നു പോയിരുന്നെങ്കിൽ. കാര്യമുണ്ടോ? കാര്യമില്ല. എങ്ങനാ ഇടത് കയ്യിൽ കിതാബ് കിട്ടുന്നതെന്നറിയോ? നോൺ സ്റ്റോപ്പ് വയലൊക്കെ തൽക്കാലം നിങ്ങളൊന്ന് കാര്യം മനസ്സിലാക്കിക്കോളി. കാസർഗോഡ് ജില്ലയിൽ ഇഷ്ടമൊക്കെ എനിക്കറിയാം എന്താണെന്ന്. അൽഹംദുലില്ലാ എന്ന് തുടങ്ങിയ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വരെയും ഒരൊറ്റ ശ്വാസമായിരിക്കണം. ചെവിയിൽ കയ്യും വെച്ച് നിന്ന് നന്നായിട്ട് ശ്വാസം വിടാതെ വഴല് പറയണം. അതാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ കാര്യങ്ങൾ വ്യക്തമാകാതെ പോകും. അതുകൊണ്ട് ഞാൻ ഒരു 2 മിനിറ്റ് ഞാനൊന്ന് വിശദീകരിക്കാൻ. എന്റെ സഹോദരങ്ങളെ, ഇടത് കയ്യിൽ കിതാബ് കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്നറിയോ? മരിക്കുന്നതോടുകൂടി നമുക്കറിയാം പടച്ചവനെ ഇനി നമ്മുടെ അവസ്ഥ എന്താണെന്ന്. നമ്മൾ മരിച്ചാലേ അറിയൂ നമ്മുടെ അവസ്ഥ എന്താണെന്ന്. ഇപ്പൊ നമുക്കൊന്നും അറിയില്ല. നമ്മളൊക്കെ കരുത് നമ്മൾ പ്രസംഗിക്കുന്നവരല്ലേ, അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിന്റെ ഏറ്റവും അയലയിലായിരിക്കും. അല്ലാഹു ആലം, പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ തന്നെ ആക്കട്ടെ അല്ലാഹ്. നമ്മൾ അങ്ങനെ കരുതുന്ന തൊപ്പിയും താടിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ കരുതും പടച്ചോനെ നമ്മളൊക്കെ സ്വർഗത്തിലായിരിക്കും, കള്ളുകുടിയന്മാരൊക്കെ നരകത്തിലായിരിക്കും. ചിലപ്പോൾ കള്ളുകുടിയൻ സ്വർഗത്തിലായിരിക്കും, നമ്മൾ നരകത്തിലും ആയിരിക്കും. ഒരു ചെറിയ റൂട്ടൊന്ന് പിഴച്ചു പോയാൽ മതി, ഒരു ചെറിയ റൂട്ടൊന്ന് പിഴച്ചാൽ മതി. സഹോദരങ്ങളെ, മരണത്തോടുകൂടി അറിയാൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാവി എന്താണെന്ന് ഇതറിയുന്ന ഒരാളെ വിളിക്കാൻ വലിയ ഒരു മൈതാനം, അള്ളാഹുവിന്റെ മഹ്ശറ, അവിടെ വാപ്പാടെ പേരും ചൊല്ലി വിളിക്കും. എന്നിട്ട് ഇങ്ങനെ വിളിച്ച് അടുത്തേക്ക് നിർത്തിയിട്ട് പറയും, ഈ കിതാബ് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കാൻ. അള്ളാന്റെ മലക്കുകൾ അവന്റെ ജീവിതത്തിന്റെ റെക്കോർഡ് പുസ്തകം അങ്ങോട്ട് കൊടുക്കുക. ഇതങ്ങോട്ട് കൊടുക്കുമ്പോ നല്ലത് ചെയ്തവനാണെങ്കിൽ, ബേക്കൽ മക്കാമിൽ വന്ന് നന്മയൊക്കെ ചെയ്ത് നിസ്കരിച്ച് നോമ്പ് പിടിച്ച് മഹാന്മാരെ ആദരിച്ച് പണ്ഡിതന്മാരെ സ്നേഹിച്ച് ഖുർആനൊക്കെ ഓതി, ഇതിലപ്പുറം പാവപ്പെട്ടവന്റെ വിഷമം മനസ്സിലാക്കി അവനോടുള്ള കടപ്പാടുകൾ പൂർത്തീകരിച്ച ഒരാള്, ആ മനുഷ്യൻ ഓടി ചെല്ലും. എന്തിനാണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, ഓടി അങ്ങോട്ട് ചെന്നിട്ട് പെട്ടെന്ന് കൈനീട്ടും കിതാബ് വാങ്ങാൻ. എന്തിനാണ്? ഭാര്യ പോലും അറിയാതെ പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്. കൂടെ കിടക്കുന്ന ഭാര്യ പോലും അറിയാതെ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചയക്കാന് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത ധനാഢ്യനാണ്. ആരോരും അറിയാതെ എഴുന്നേറ്റ് നിന്ന് തഹജ്ജുദ് നമസ്കരിച്ചവനാണ്. ആരും അറിയില്ല, പാവങ്ങളെ സഹായിച്ചവനാണ്. അത് ഉറക്കെ വിളിച്ചു പറയാനുള്ള സന്തോഷത്തോടുകൂടി ഓടി അടുത്തോട്ട് ചെന്നിട്ട് മലക്കയുടെ കയ്യിൽ നിന്ന് വലത്തെ കൈ കൊണ്ട് കിതാബ് വാങ്ങും. അവനാണ് വലത് കയ്യിൽ കിതാബ് കിട്ടുന്നവനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിലേ വലത് കയ്യിൽ കിതാബ് വാങ്ങണമെങ്കിൽ അങ്ങനെ ജീവിക്കണം. ഇനി ഇടത് കയ്യിൽ കിതാബ് വാങ്ങുന്നത് എങ്ങനെയെന്നറിയോ? പഠിച്ചോളി. എങ്ങനെയാന്ന് പഠിച്ചോളി. യവനറിയാം മരണത്തോടുകൂടി ഇനിയിപ്പോ എന്തൊക്കെ നടക്കാൻ പോകുന്നേ. യവൻ ഒരുപാട് വിഭജിച്ചിട്ടുണ്ട്. കൂടെ കിടക്കുന്ന ഭർത്താവ് അറിയാതെ ഭർത്താവിന്റെ വലത് കൈ കൊണ്ട് ഭർത്താവിന്റെ തല മസാജ് ചെയ്ത് കൊടുത്ത് ഇടത് കൈ കൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് പലർക്കും. ഭർത്താവ് കൂടെ കിടക്കുമ്പോൾ ആ ഭർത്താവിനെ ഉറക്കി കിടത്തിയിട്ട് കണ്ണി കണ്ടവന്റെ കൂടെ മെസ്സേജ് അയച്ചു പോയിട്ടുണ്ട്. ഇതൊക്കെ ഭർത്താവ് അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട ഭർത്താവ്, ആ ഭർത്താവ് തന്റെ വിശ്വസിച്ച തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരുത്തിയോടൊപ്പം കിടപ്പറ പങ്കിട്ടിട്ടുണ്ട്. പാവങ്ങളെ സഹായിച്ചിട്ടില്ല. ഇങ്ങനെ തിന്മകളും ഒരുപാട് അപരാധങ്ങളും ചെയ്തു പോയ മനുഷ്യൻ ആളുകളുടെ മുമ്പിൽ നിന്ന്, മക്കളുടെ മുമ്പിൽ നിന്ന് ഞാൻ ഇന്ന സ്ത്രീകളെ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പരസ്യമായിട്ട് വിളിച്ചു പറയേണ്ടി വരുന്ന ഒരു ദുർഗതിയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ. കള്ളു കുടിച്ചിട്ടുണ്ട് എന്ന് പരസ്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിന്ന് താൻ ബഹുമാനിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയേണ്ട ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് അവൻ അറിയാം ഇത് വാങ്ങിയാലല്ലേ വായിക്കേണ്ടി വരുള്ളൂ. അതുകൊണ്ട് കിതാബ് വാങ്ങൂല.
കിതാബ് വാങ്ങൂല. അവൻ എന്താ ചെയ്യുന്നത്? മലക്കുകൾ വിളിക്കുമ്പോഴേക്കും അങ്ങോട്ട് പോകാതെ രണ്ട് കൈയും പുറകിൽ കെട്ടി വെച്ചിരിക്കും. വാങ്ങാതെ ഇങ്ങനെ നടക്കും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തരാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ നമ്മൾ ചെയ്യുന്ന അങ്ങനെയാണല്ലോ, രണ്ട് കൈയും പുറകിൽ കെട്ടിവെച്ച് നമ്മൾ ഇങ്ങനെ മാറി മാറി നിൽക്കും. പക്ഷെ മലക്കുകൾക്ക് ഡ്യൂട്ടി നിർവഹിച്ചേ മതിയാവൂ. അതുകൊണ്ട് തന്നെ മലക്കുകൾ പുറകുവശത്തൂടെ വന്നവന്റെ ഇടത് കൈയിൽ കിതാബ് കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണ് ഇടത് കൈയിൽ കിതാബ് കിട്ടുന്നത്. അള്ളാഹു നമുക്ക് വലത് കൈയിൽ കിതാബ് വാങ്ങാനുള്ള തൗഫീക്ക് തരട്ടെ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ വിലാപം നമ്മൾ വിലപിക്കേണ്ടി വരൂല. വലത് കൈയിൽ കിതാബ് വാങ്ങാനുള്ള 5 കാര്യം ഇൻഷാ അല്ലാഹ് 2 ആയത്തുകളിലായി ഒരു സൂറത്തിലായി അള്ളാഹു പരിചയപ്പെടുത്തിയത് ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇന്നത്തെ ദിവസം മുതൽ ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ലക്ഷങ്ങൾ മുടക്കുകയൊന്നും വേണ്ട, കോടികൾ മുടക്കുകയൊന്നും വേണ്ട, കഅബാലയത്തിൽ പോകുകയൊന്നും വേണ്ട, ഹറമിൽ പോകുകയൊന്നും വേണ്ട. ഈ 5 കാര്യം നിങ്ങൾ ചെയ്യുമെന്ന് ഇവിടെ വെച്ച് പ്രതിജ്ഞ എടുത്തോളീൻ. ആ പ്രതിജ്ഞ നിങ്ങൾ എടുക്കുമെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങൾക്ക് വലത് കൈയിൽ കിതാബ് വാങ്ങാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് തരട്ടെ. ആ 5 കാര്യം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ 2ാമത്തെ വിലാപത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ അനുമാനിക്കുകയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വലത് കൈ കിതാബ് കിട്ടാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നറിയോ? വലത് കൈയിൽ കിതാബ് ലഭിക്കണമെങ്കിൽ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. يتيما ذا مخربا أو مسكينا ذا متربا ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് കഴിയുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് പറയുകയാ, നിങ്ങൾ 5 കാര്യം ചെയ്യുമോ നിങ്ങളുടെ വലത് കൈയിലെ കിതാബ് ലഭിക്കുന്നതാ, നിങ്ങളുടെ വലം കൈയിലെ കിതാബ് ലഭിക്കുന്നതാ. 5 കാര്യങ്ങൾ ഏതൊക്കെയെന്നറിയോ? അല്ലാഹു തന്നെ അക്കമിട്ട് പറയുകയാണ്. ഒന്നാമത്തേത് ഫഖുറുഖബാ, കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് നിങ്ങൾ മാറ്റിക്കൊടുക്കണേ. പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസം നിങ്ങൾ മാറ്റിക്കൊടുക്കണേ. വീടില്ലാത്തവന് വീട് വെച്ചു കൊടുക്കണേ. പുരനിറഞ്ഞിരിക്കുന്ന പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചേക്കാൻ സഹായിക്കണേ. സഹോദരങ്ങളെ, ഫഖുറുഖബ എന്ന നേരിട്ടുള്ള അർത്ഥം എന്തെന്നറിയോ? അടിമയെ മോചിപ്പിക്കലെന്നാണ്. പക്ഷേ അടിമയ സമ്പ്രദായ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തോടുകൂടി അവസാനിച്ചിരിക്കുകയാ. പക്ഷേ വിശുദ്ധമായ ഖുർആൻ ലോകാവസാനം വരെ നിലനിൽക്കുന്നതാണ്. അതിന്റെ നിയമങ്ങളും അങ്ങനെ തന്നെ. അതുകൊണ്ട് പണ്ഡിതന്മാര് വിശാലമായ അർത്ഥം കൊടുക്കുകയാ. എന്താണ് അതിന്റെ അർത്ഥമെന്നറിയോ? കഷ്ടപ്പെടുത്തപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റിക്കൊടുക്കുക, പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസം മാറ്റിക്കൊടുക്കുക. അങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസം നിങ്ങളെ മാറ്റിക്കൊടുത്ത, കഷ്ടപ്പെടുത്തപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റിക്കൊടുത്ത. രണ്ടാമതല്ല പറയുകയാണ്, ശ്രദ്ധയോടെ കേൾക്കണേ. പട്ടിണിയുടെ നാളുകളിൽ പാവപ്പെട്ടവന് നിങ്ങൾ ഭക്ഷണം കൊടുക്കണേ. അനാഥകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണേ. അഗതികൾക്ക് ഭക്ഷണം കൊടുക്കണേ. കിടക്കാടമില്ലാതെ കഷ്ടപ്പെടുന്ന ജീവിതത്തിന്റെ രാപ്പകലുകളെ സങ്കടത്തിന്റെ വേദനയുടെ പ്രയാസത്തിന്റെ നൊമ്പരപ്പിന്റെ രോദനത്തിന്റെ നിരാത്രങ്ങളായി തള്ളിമാറ്റുന്ന ചോർന്നൊലിക്കുന്ന ചെറ്റക്കൂരകളിൽ കിടക്കുന്ന പാവങ്ങളുണ്ടല്ലോ. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെടുന്നവര്, പുരം നിറഞ്ഞിരിക്കുന്ന 30-40 വയസ്സായ പാവപ്പെട്ട പൊന്നുമക്കളെ കെട്ടിച്ചേക്കാൻ ഗതിയില്ലാതെ ആളുകളുടെ മുമ്പിൽ ചെന്ന് യാചിക്കേണ്ട അവസ്ഥയുണ്ടല്ലോ. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, അല്ലാഹു സമ്പത്ത് തന്നവരല്ലേ കാസർഗോഡ് ജില്ലക്കാര്. ആ കാസർഗോഡ് നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, സഹോദരങ്ങളെ, വിഷം നൊട്ടിയ വയറുമായി കഴിയുന്ന പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണേ. ഇന്ന് നമുക്കതിന് കഴിയുന്നുണ്ടോ? ഇന്ന് നമുക്കതിന് കഴിയുന്നുണ്ടോ? അല്ല പറഞ്ഞത് എന്താണെന്നറിയോ? മിസ്കീനന്ദ മച്റബാ, മണ്ണിൽ പണിയെടുക്കുന്നവരെന്ന. മച്റബ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ മണമുള്ളവരെന്ന, മണ്ണിൽ പണിയെടുക്കുന്നവരെന്ന, ചേറിൽ പണിയെടുക്കുന്നവരെന്ന, ശരീരത്തും മണ്ണ് പറ്റിയവരെന്നാണ്, മണ്ണ് പറ്റിയവരെന്ന. സഹോദരങ്ങളെ, അങ്ങനെ കഷ്ടപ്പെടുന്ന അഗതികളുണ്ടല്ലോ. ഒരു നേരത്തിന് ഭക്ഷണമില്ലാതെ വിഷമിക്കുന്ന 10,000-കണക്കിന് ആളുകൾ കാണുമല്ലോ. ഈ കേരളത്തിൽ കാണുമല്ലോ. 1000-കണക്കിന് ആളുകൾ കാസർഗോഡ് ജില്ലയിൽ കാണുമല്ലോ. അവർക്ക് നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ, രണ്ടാമതല്ല പറഞ്ഞത് എങ്ങനെയാണ്?
നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നവരായ മൂന്നാമത് അല്ല പറഞ്ഞതെന്തെന്നറിയോ? അല്ല പറയുകയാണ് സുമ്മ കാന മിനല്ലദീന ആമനൂ. ഈമാനുള്ള ഒരു സമൂഹത്തിൽ നിങ്ങൾ മെമ്പറാകുമോ? ഈമാനുള്ള ഒരു സമൂഹത്തിൽ നിങ്ങൾ ചെന്ന് ചേരുമോ? ഒറ്റപ്പെട്ടു പോവല്ലേ, ഭിന്നിച്ചു നിൽക്കല്ലേ. അല്ല പറഞ്ഞതെന്താണ്? സുമ്മ കാന മിനല്ലദീന ആമനൂ. ഈമാനുള്ള ഒരു സൊസൈറ്റിയിൽ നിങ്ങൾ അംഗമാകുമോ? ഈമാനുള്ള ഒരു സമൂഹത്തിന്റെ അംഗമായി നിങ്ങൾ മാറുമോ? മുഅ്മിനാകണമെന്നല്ല പറഞ്ഞത്, ഈമാനുള്ളവനാകണമെന്നല്ല പറഞ്ഞത്. അല്ല പറഞ്ഞതെന്താണ്? ഒരു മുഅ്മിനീങ്ങളുടെ ഒരു സംഘത്തിൽ നിങ്ങൾ അണിയായി ചേരുമോ എന്നാണ്. ഇത് മൂന്നാമത്തെ കാര്യമാണ്. അല്ല നാലാമത് പറഞ്ഞതെന്തെന്നറിയോ? പരസ്പരം നിങ്ങളെ ക്ഷമ കൊണ്ട് വസിയത്ത് ചെയ്യുമോ? പരസ്പരം നിങ്ങളെ ക്ഷമിക്കാൻ പറയുമോ? അഞ്ചാമത് അല്ല പറയുന്നു കാരുണ്യം കൊണ്ട് നിങ്ങൾ പരസ്പരം വസിയത്ത് ചെയ്യുമോ? ഈ അഞ്ച് കാര്യം നിങ്ങൾ ചെയ്യുമെങ്കിൽ അല്ല പറയുകയാണ് ഉലൈക അസ്ഹാബുൽ മൈമന. നിങ്ങൾ വലത് കൈയിൽ കിതാബ് ലഭിക്കുന്നവരാണ്. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം തരട്ടെ. കോടികളൊന്നും ചെലവഴിക്കേണ്ട മുസ്ലിമേ, അഞ്ച് കാര്യം. ഒന്ന്, കഷ്ടപ്പെടുന്നവൻ ആരെന്ന് കണ്ടിട്ട് അവന്റെ കഷ്ടപ്പാട് മാറ്റി കൊടുക്ക്. ഇത് ഖുർആനാണ്. ബുഖാരിയിലോ മുസ്ലിമിലോ ലഈഫോ സ്വഹീഹോ മൗലൂഓ അല്ലാത്തതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. തനി വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, നീ കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാടൊന്ന് മാറ്റി കൊടുക്ക്. എത്ര പേര് കഷ്ടപ്പെടുന്നുണ്ട്? ഞാൻ വിശദീകരിക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. രണ്ടാമത്തേത് വിശക്കുന്നവന് ഭക്ഷണം കൊടു. അതുപോലെ പുണ്യം ഏതിനാണുള്ളത്? ഇനി രണ്ടിലേക്ക് വരീൻ, വേഗം വരീൻ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. രണ്ടാമത്തെ നിലവിളിയേതാണ്? രണ്ടാമത്തെ നിലവിളിയേതാ? ഇതെന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരാണ് കൂടുതൽ അടിവരയിട്ട് ചിന്തിക്കേണ്ടത് ഈ പറയുന്ന കാര്യം. രണ്ടാമത്തെ വിലാപമാണ്. അല്ല പറയുകയാ, സഹോദരങ്ങളെ, അങ്ങനെ പല ഇടത് കയ്യിൽ കിതാബ് ലഭിക്കുന്നവര് അല്ലാഹുവേ കിട്ടാതിരുന്നെങ്കിലും വാങ്ങാതിരുന്നെങ്കിലും എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് മാറിപ്പോകുകയാ. ആ കിതാബ് വാങ്ങേണ്ടി വന്നു. സുബ്ഹാനല്ലാഹ്, അവനത് വാങ്ങേണ്ടി വന്നു. ആ സമയത്താണ് രണ്ടാമത്തെ വിലാപം വരുന്നത്. അവന് വായിച്ചു നോക്കുകയാണ്. അല്ലാഹുവേ, അവന് എന്താ അത്ഭുതത്തോടെ നോക്കുന്നതെന്നറിയോ? ഒന്നുപോലും അല്ലാഹു വിട്ടിട്ടില്ല. അല്ലാഹുവിന്റെ മലക്കുകൾ ഒന്നുപോലും വിട്ടിട്ടില്ല. എല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാ. അത് മുഴുവനും അവന് വായിച്ചുകൊണ്ട് അത്ഭുതപ്പെടുമ്പോ അവന് ഓട്ടോമാറ്റിക്കായി ചിന്ത വരുന്നത്, അല്ലാഹുവേ, എന്നെ ഇത്രയും തിന്മകൾ ചെയ്യിപ്പിച്ചത് എന്റെ കൂട്ടുകാരനാണ്. ഞാൻ ഒറ്റക്കല്ല തിന്മകൾ ചെയ്തത്, എന്നെ പിഴപ്പിച്ചത് എന്റെ കൂട്ടുകാരാണ്, എന്റെ കൂട്ടുകാരികളാണ് എന്നെ പിഴപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവന് രണ്ടാമത്തെ നിലവിളിയാണ്. സഹോദരങ്ങളെ, സൂറത്തുൽ ഫുർഖാൻ എടുത്തെന്ന് പരിശോധിച്ചാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ അല്ലാഹു പറയുകയാണ്, രണ്ടാമത്തെ വിലാപം ഏതെന്നറിയോ സഹോദരങ്ങളെ? വയൗമ യഅല്ലു ളാലിമു അലാ യദൈ യഖൂലു യാ ലൈതനി തഖറതു മഅ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദു ഫുലാനൻ ഖലീലാ. രണ്ടാമത്തെ വിലാപമാണ്. ചെറുപ്പക്കാരാ, ക്യാമ്പസുകളിൽ പോകുന്ന പൊന്നുമക്കള്, എന്റെ പ്രിയപ്പെട്ട പഠിതാക്കളായ പ്രിയപ്പെട്ട യുവതികള്, കോളേജുകളിൽ പഠിക്കാൻ പോകുന്ന പെങ്ങളെ, ഇന്ന് നിങ്ങളോടാ പ്രസംഗിക്കേണ്ടത്. ഇന്ന് കേരളം കണ്ടിട്ടില്ലാത്ത വൃത്തികെട്ട സമര പോരാട്ടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാ. ഈ രാജ്യത്ത് മാറുമറയ്ക്കാൻ സമരം ചെയ്ത പെണ്ണുങ്ങളുണ്ടല്ലോ. മാറന്നു മറയ്ക്കാനുള്ള തുണിക്ക് വേണ്ടി, ശീലയ്ക്ക് വേണ്ടി സമരം ചെയ്ത പെണ്ണുങ്ങളുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. ഇന്ന് നേരെ തിരിഞ്ഞു വന്നില്ലേ? ആണുങ്ങളെ പോലെ ഞങ്ങൾക്കും ഇരാ മാറ തുറക്കാനുള്ള സ്വാതന്ത്ര്യം തരണമെന്ന് പറഞ്ഞ് എത്രയോ മുസ്ലിം പെൺകുട്ടികളാ സമരം ചെയ്തത്. ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് സംഘടന ആയിക്കോട്ടെ, സഹോദരങ്ങളെ, ഞാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, നാളെ ഖബർ മുതൽ നിങ്ങൾക്ക് കൂട്ടാരും വരില്ല പെങ്ങളെ. ഒരു പാർട്ടിക്കാരൻ വരില്ല, ഒരു സംഘടനക്കാരൻ വരില്ല, ആരും നിങ്ങളുടെ കൂട്ടത്തിൽ വരില്ല. നിങ്ങൾ ഒറ്റയ്ക്കാണ് ഖബറിൽ കിടക്കേണ്ടത്. അന്ന് നവാസ് മന്നാനിയുടെ പ്രസംഗം നിങ്ങൾ ഓർക്കും, ഒരു സംശയം വേണ്ട. അന്ന് കേരളത്തിലെ പ്രഭാഷകന്മാര് തൊണ്ടയിൽ
വെള്ളം വറ്റുവോളം വിളിച്ചു കൂവിയത് നിങ്ങൾ ഓർക്കും. എന്റെ പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മാറണേ മാറണേ. നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഇന്ന് എത്രയോ പെൺകുട്ടികളാണ് മത്തയിട്ട് തട്ടമിട്ടുകൊണ്ട് ഞങ്ങൾക്ക് മാറു തുറക്കാൻ സ്വാതന്ത്ര്യം തരണമെന്ന് പറഞ്ഞ് സമരത്തിനിറങ്ങുന്നത്. നാണമില്ലേ, നാണമില്ലേ പ്രിയപ്പെട്ട പെങ്ങള്? അല്ലാഹു നമുക്ക് തിരിച്ചറിവ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തിരിച്ചറിവ് നമുക്ക് ഭാഗ്യം തരട്ടെ. തിരിച്ചറിയാനുള്ള, സത്യമറിയാനുള്ള കാര്യങ്ങൾ അല്ലാഹു നമുക്ക് തരട്ടെ. ഹിദായത്ത് മഫ്തൈറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിസ്കാര തഴമ്പുള്ളവന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഹിദായത്ത് കൂടി കിട്ടണം, ഹിദായത്ത് കൂടെ കിട്ടണം. ലൂത്ത് നബിയുടെ ഭാര്യയല്ലേ പഴച്ചുപോയത്? നൂഹ് നബിയുടെ മോനല്ലേ പഴച്ചുപോയത്? ഇബ്രാഹിം നബിയുടെ ഉപ്പയല്ലേ പഴച്ചുപോയത്? ആസിയ ബീവിയുടെ ഭർത്താവല്ലേ പഴച്ചുപോയത്? നമ്മുടെ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മൂത്താപ്പയും സംരക്ഷകനുമായിരുന്ന അബൂ ത്വാലിബല്ലേ പഴച്ചുപോയത്? പിന്നെ എങ്ങനെയാ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നമ്മൾ പറയാ? അതുകൊണ്ട് ഗൗരവത്തോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് മാത്രം നിങ്ങൾ തുറന്നു കാണിക്കലാണ്. നാട്ടുകാരുടെ മുമ്പിൽ സമരം ചെയ്യണ്ട. ഏതൊരു അധ്യാപകൻ, ഞാനതിന് ഇന്നലെ മറുപടി പറഞ്ഞു നെല്ലിക്കട്ടയിൽ. സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ചെറുപ്പക്കാരികൾ കോളേജുകളിലൊക്കെ പഠിക്കുമ്പോ നിങ്ങൾക്ക് കൂട്ടുകാരുണ്ടാവും. പക്ഷേ ആ കൂട്ടുകെട്ട് നിങ്ങൾക്ക് അപകടമാണ്. ഏത് കൂട്ട് നിങ്ങൾക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു തരാം. രണ്ടാമത്തെ വിലാപം അതാണ്. നിങ്ങളുടെ ഗ്രന്ഥം നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ പറയും, യാ ലൈതനി തഖദതു മഅർ റസൂലി സബീലാ യാ വൈലതാ ലൈതനി ലം അത്തഖിദു ഫുലാനൻ ഖലീലാ. അല്ലാഹുവേ, ഞാൻ ഇന്നവന്റെ കൂടെ കൂടാതിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. അല്ലാഹുവേ, ഞാൻ എന്റെ കൂട്ടുകാരനോട് കൂടിയത് പിഴച്ചു പോയല്ലോ, ഇന്നവനോട് കൂടണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിച്ചു പോകുമ്പോളെ അവിടെ ചിന്തിച്ചിട്ട് കാര്യമില്ല, അവിടെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ രണ്ടാമതായി പറഞ്ഞ വിലാപമാണ്, അല്ലാഹുവേ, ഞാൻ ഇന്നവനോട് കൂടണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഈ ആയത്തിറങ്ങാനുള്ള കാരണം എന്തെന്നറിയോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള ഒരു സംഘത്തെ ഉഖബത്ത് ബിൻ മുഈത്ത് ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാ. സദ്യ ഉണ്ടാക്കി വെച്ച് അന്നത്തെ മുനാഫിഖാൻ ഉഖബത്ത് ബിൻ മുഈത്ത് എല്ലാവരെയും ഭക്ഷണത്തിന് വേണ്ടി വിളിച്ചു. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ അവിടെ എത്തുകയാ. അവര് അതിന് സൽക്കാര പ്രിയരാണല്ലോ. അവിടെ എത്തുമ്പോ ഭക്ഷണം വിളമ്പി വെച്ചു. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ സുപ്രയുടെ ചുവട്ടിലിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വരാ ഭക്ഷണം കൊണ്ടുവെക്കുകയാ. പട്ടിണിയുടെ വീട്ടിൽ നിന്നാണ് റസൂൽ കടന്നു വന്നത്. അടുപ്പിന് തീ പുകയാത്ത വീട്ടിൽ നിന്നാണ് റസൂലുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ ഭക്ഷണം കഴിച്ചില്ല. ഉഖബത്ത് ബിൻ മുഈത്ത് ഓടി വന്നിട്ട് ചോദിച്ചു, മുഹമ്മദേ, ഭക്ഷണം കഴിക്കുന്നില്ലേ? ആ സമയത്ത് റസൂലുള്ള എന്താ പറഞ്ഞതെന്നറിയോ? ഇല്ല ഉഖബോ, ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഹത്താ തഖൂല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നീ കലിമ പറയാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല. നീ വിശുദ്ധമായ കലിമ പറഞ്ഞു മുസ്ലിമാകാതെ ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല. ഒരാളെ കൂടെ സംഘടനയിൽ കൂട്ടാൻ വേണ്ടിയല്ല, ഒരാളെ കൂടെ തലയെണ്ണത്തിൽ എണ്ണാൻ വേണ്ടിയിട്ടല്ല. ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ ഒരാൾ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല, ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട്. ആ ഡിമാൻഡ് നീ കലിമ പറയലാണ്. സഹോദരങ്ങളെ, ഉഖബത്ത് ബിൻ മുഈത്ത് ആയിരക്കണക്കിന് ആളുകൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞതെന്തെന്നറിയോ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. ഇസ്ലാമിലോട്ട് കടന്നു വന്നിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാ. സഹോദരങ്ങളെ, നബിതങ്ങള് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു മടങ്ങിപ്പോയി. ആ സമയത്ത് ഈ ഉഖബത്ത് ബിൻ മുഈത്തിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനുണ്ട്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ചങ്ക്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ചങ്ക് ബ്രോ നമ്മൾ പറയുമല്ലോ. ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്, ഹൃദയത്തിന്റെ തുടിപ്പാണ്. അവനില്ലാതെ യമനില്ല. ആ കൂട്ടുകാരന്റെ പേരെന്തെന്നറിയോ? ഉബയ്യ് ബിൻ ഖലഫ്. കേൾക്കണേ സഹോദരങ്ങളെ, ഒന്ന് കേൾക്കണേ പ്രിയപ്പെട്ടവരെ. ഉബയ്യ് ബിൻ ഖലഫ് എന്ത് ചെയ്തെന്നറിയോ? കച്ചവടം കഴിഞ്ഞ് ലാഭവുമായി മടങ്ങി വരുമ്പോ നൂറുകണക്കിന് ആളുകൾ വന്ന് യാത്ര അയക്കുന്ന സ്ഥലത്ത് വന്നിട്ട് പറയുകയാണ്, ഉഖബോ, നിന്റെ കൂട്ടുകാരൻ ഉബയ്യ് മുസ്ലിമായിരിക്കുകയാണ്. ഇടിവീണവനെ പോലെയായി.
ചിന്തിക്കാൻ കഴിയുന്നില്ല. മുസ്ലിമായെന്നോ വാളൂരി പിടിച്ചുകൊണ്ട് ഉഖബത്ത് ബിൻ മുഈത്തിന്റെ വീട്ടിലേക്ക് വരികയാണ്. സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേട്ടോ. ഉബയ്യ് ബിൻ ഖലഫ് വാളൂരി പിടിച്ചുകൊണ്ട് ഉഖബത്ത് ബിൻ മുഈത്തിന്റെ വീട്ടിൽ വന്നു. ഉഖബത്ത് ബിൻ മുഈത്തിന്റെ നേരെ വാള് ചൂണ്ടിയിട്ട് പറഞ്ഞു, എടോ ഉഖബ, നിന്നെ ഞാൻ കൊല്ലുമടാ, നിന്നെ ഞാൻ കൊല്ലുമടാ. നീ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിച്ചെന്ന് കേട്ടല്ലോ, ശരിയാണോ? ആ സമയത്ത് ഉഖബ എഴുന്നേറ്റ് പറഞ്ഞെന്തെന്നറിയോ? അല്ലാഹനെ തന്നെയാണ് സത്യം, ഞാൻ വിശ്വസിച്ചിട്ടില്ല. അല്ലാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട് കൂട്ടരെ, അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ റസൂലിനെയാണ് അംഗീകരിക്കാത്തത്. അല്ലാഹനെ തന്നെയാണ് സത്യം, ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്ന് സത്യം ചെയ്തു. ആ സമയത്ത് ഉബയ്യ് ബിൻ ഖലഫ് പറയുകയാണ്, ആളുകൾ പറഞ്ഞല്ലോ, അവര് കേട്ടല്ലോ നീ കലിമ പറഞ്ഞത്. എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഒരാൾ വന്നിട്ട് കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റൂല. അതെന്റെ തറവാടിന് നാണക്കേടാണ്. അതുകൊണ്ടാണ് ഞാൻ കലിമ പറഞ്ഞത്. എന്റെ ഹൃദയത്തിലെ വിശ്വാസമില്ല എന്ന് വിളംബരം ചെയ്തപ്പോ ഉബയ്യ് ബിൻ ഖലഫ് പറഞ്ഞതെന്തെന്നറിയോ? സഹോദരങ്ങളെ, പറഞ്ഞതെന്തെന്നറിയോ? ഉഖബത്ത് ബിൻ മുഈത്ത്, ഇത് നീ ഞാൻ വിശ്വസിക്കണമെങ്കിൽ, ഇത് ഞാൻ വിശ്വസിക്കണമെങ്കിൽ നീ എന്ത് വേണം? ഒന്നുകൂടി എല്ലാവരെയും വിളിച്ചു കൂട്ടണം. എന്നിട്ട് പരസ്യമായി മുഹമ്മദിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പണം. പറ്റുമോ? അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പാൻ ഉബയ്യ് ബിൻ ഖലഫ് എന്ന കൂട്ടുകാരൻ ഉഖബത്ത് ബിൻ മുഈത്തിനോട് പറഞ്ഞപ്പോ, ഞാൻ ചെയ്യാം, എന്നാലും എനിക്ക് നീ നഷ്ടപ്പെടരുത്. എനിക്ക് നീ നഷ്ടപ്പെട്ടാൽ ഒരു ചിറക് മുറിഞ്ഞു പോകും പോലെയാണ്. ഒരു പക്ഷിക്ക് പറക്കണമെങ്കിൽ രണ്ട് ചിറക് വേണം. നമ്മുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാനും നീയും ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെ നമ്മുടെ ജീവിതത്തിന്റെ രണ്ട് ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ എന്തായിരുന്നാലും ചെയ്യാമെന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ സഹാബത്തിനെയും ഹബീബിനെയും വിളിച്ചിരുത്തി. സഹോദരങ്ങളെ, ആളുകളെ നോക്കി നിൽക്കുമ്പോ ഇതാ ഉഖബത്ത് ബിൻ മുഈത്ത് തുപ്പുകയാ. കാർക്കിച്ചന്റെ ഹബീബിന്റെ മുഖത്തേക്ക് തുപ്പുകയാ. അല്ലാഹുവിന്റെ റസൂൽ അറിയുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് കാർക്കിച്ചങ്ങ് തുപ്പുകയാ. ആരോടാണടാ നിന്റെ കളി? ആരുടെ മുഖത്താണടാ നീ തുപ്പിയത്? ജിബ്രീൽ ആ സമയം കടന്നു വന്നില്ലേ? അല്ലാഹുവിന്റെ തീരുമാന പ്രകാരം കടന്നു വന്ന ജിബ്രീൽ ആ തുപ്പിനെ നീരിനെ പെട്ടെന്ന് തിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ഭൂമുഖത്ത് വൃത്തികെട്ടവന്റെ തുപ്പുനീര് വീണില്ല. ആ തുപ്പുനീരിനെ റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് വീഴാതെ ജിബ്രീൽ അങ്ങ് തിരിച്ചു. അത് നേരെ തുപ്പിയ ഉഖബത്ത് ബിൻ മുഈത്തിന്റെ മുഖത്ത് തന്നെ വന്നു വീണു. ഒരു തീനാളം ഇങ്ങനെ ഉയർന്നങ്ങ് പോയി. അല്ലാഹുവേ, ഉഖബത്ത് ബിൻ മുഈത്തിന്റെ ആ ഭാഗം അങ്ങ് കരിഞ്ഞു പോയി. അല്ലാഹുവിന്റെ റസൂലിനെ ആരടാ പറയുന്നത്? അവന് കരിഞ്ഞിട്ടല്ലാതെ ഈ ഭൂമി ലോകത്ത് നിന്ന് പോകൂല. എന്റെ റസൂലിനെ ആരടാ ആക്ഷേപിക്കുന്നത്? ഞങ്ങളുടെ ഹബീബിനെ ആരടാ ധിക്കരിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ എന്ന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ മുത്തുനബിയെ ആരാണ് ആക്ഷേപിക്കുന്നത്? ആക്ഷേപിക്കുന്നവനെ കത്തിക്കരിഞ്ഞിട്ടല്ലാതെ ഭൂമിയിൽ നിന്ന് പോകില്ല. സഹോദരങ്ങളെ, മരിക്കുന്നത് വരെയും ഉഖബത്ത് ബിൻ മുഈത്തിന്റെ മുഖത്താ പാടുണ്ടായിരുന്നെന്നാണ്. സഹോദരങ്ങളെ, ഈ ഉഖബത്ത് ബിൻ മുഈത്താണ് നാളെ പരലോകത്ത് വരുമ്പോൾ അല്ലാഹുവിന്റെ ശിക്ഷ കിട്ടുന്ന സമയത്ത് അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, യാ ലൈതനീ ലം അത്തഖിറു ഫുലാനൻ ഖലീലാ യാ വൈലതാ ലൈതനീ ലം അത്തഖിറു ഫുലാനൻ ഖലീലാ. അല്ലാഹുവേ, ഞാൻ ഉബയ്യ് ബിൻ ഖലഫിനോട് കൂടെണ്ടായിരുന്നു പടച്ചവനെ. എടോ, ഏറ്റവും വലിയ ഇണപിരിയാത്ത കൂട്ടുകാരായിരുന്ന ഉബയ്യ് ബിൻ ഖലഫിനെ പറ്റി ഉഖബത്ത് ബിൻ മുഈത്ത് ചിന്തിച്ചെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന യുവാക്കളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ കൂട്ടുകാരന്മാരാരാണ്? ആരോടെ നമുക്ക് കൂട്ടുകൂടാം? ഉറക്കം വരുന്നില്ല? വരുന്നോ? ആരോടൊപ്പം നമുക്ക് കൂട്ടുകൂടാം? ഒന്ന് മനസ്സിലാക്കി. നമുക്ക് അൽഹംദുലില്ലാ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കാസർഗോഡ് ജില്ലയിൽ. ഒരുപാട് ഈ പറയുന്ന രീതിയിൽ തന്നെ
എല്ലാ സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കുന്ന കൂട്ടുകാരുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് കൂട്ടുകാരനോട് നമുക്ക് കൂട്ടുകൂടാം? ഒരു നിമിഷം ഒന്നാലോചിക്കും. പ്രത്യേകിച്ച് എന്റെ സഹോദരിമാർ, പിഴച്ചു പോകുന്ന പ്രിയപ്പെട്ട സഹോദരിമാരുടെ അവസാന സമയത്ത് അവർ എങ്ങനെയാണ് അതിൽ എത്തപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, എന്റെ കൂട്ടുകാരി വഴിയാണ് ഞാൻ നശിച്ചത്, എന്റെ കൂട്ടുകാരി വഴിയാണ് ഞാൻ നശിച്ചത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്ന് ആമീനൊക്കെ പറയുന്നു. ഉഷാറായി. എന്ത് പറ്റി? നിങ്ങൾ ഉഷാറാകണം. ഏത് കൂട്ടുകാരനാണ് നമുക്ക് വേണ്ടത്? കൂട്ടുകാരന്മാർ 3 സൈസ്. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ചോളെ. നിങ്ങൾക്കുള്ള കൂട്ടുകാർ ഇങ്ങനത്തെ ആളാണെന്ന് കൂട്ടണം, മനസ്സിലാക്കണം. 3 സൈസ് കൂട്ടുകാർ. ഒന്ന്, ഭക്ഷണത്തിന്റെ സ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഒഴിച്ചുകൂടാൻ പറ്റില്ല, അതുപോലെ നമുക്ക് ഈ കൂട്ടുകാരൻ ഇല്ലാതെ പറ്റില്ല. 2, മരുന്നിന്റെ സ്ഥാനത്ത്. മരുന്ന് എപ്പോഴാ കുടിക്കുന്നത്? രോഗം വരുമ്പോ. ഇവിടെ അങ്ങനെ തന്നെയല്ല. അപ്പൊ അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന ചില കൂട്ടുകാര്, അതിനെ സീസൺ കൂർ എന്ന് പറയും. ചില സമയങ്ങളിൽ ഭയങ്കര സ്നേഹമാണ്. വയല് പറയാൻ വരുന്ന ഉസ്താദന്മാരൊക്കെ അങ്ങനെയാണ്. വയലിന്റെ സമയങ്ങളിലൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷെ കാസർഗോഡ് ബേക്കലൊന്നും അങ്ങനെയല്ല. അപ്പൊ നമ്മുടെ സലീമിച്ചായും അതുപോലെ തന്നെ നമ്മുടെ നൈഫ്, നമ്മുടെ അജീറും ഒക്കെ, അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. മാണിക്കോത്തുള്ള ഷെരീഫ്, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരൊന്നും അങ്ങനെയല്ല. അൽഹംദുലില്ലാഹ് എപ്പോഴും ഒക്കെ നല്ല ബന്ധമുള്ളവരാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആവശ്യത്തിന് ഉപയോഗിക്കണം, പിന്നെ നമ്മൾ എടുക്കരുത്. അങ്ങനത്തെ കൂട്ടുകാരുണ്ട്, അത് സൂക്ഷിക്കണം. ഇനി 3ാമതൊരു കൂട്ടുകാരുണ്ട്. അതാരെന്നറിയോ? അത് രോഗത്തിന്റെ സ്ഥാനത്താണ്. നമുക്കത് വേണ്ട, നമുക്കത് വേണ്ട. 3 സൈസ് കൂട്ടുകാരന്മാരുണ്ട്. ഇതില് ഭക്ഷണത്തിന്റെ സ്ഥാനത്തുള്ള കൂട്ടുകാരൻ ഏതാണ്? അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഏത് കൂട്ടുകാരനാ നിനക്ക് വേണ്ടത്? കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് കൂട്ടുകാരുണ്ട്, ഒരുപാട് കൂട്ടുകാരുണ്ട്. കഞ്ചാവ് വലിക്കുന്ന കൂട്ടുകാര് നമുക്ക് വേണ്ട മക്കളെ, നമുക്ക് വേണ്ട. മദ്യപിക്കുന്ന കൂട്ടുകാര് നമുക്ക് വേണ്ട, നമുക്ക് വേണ്ട. പുകവലിക്കുന്നവര് നമുക്ക് വേണ്ട. ഏത് കൂട്ടുകാരാ നമുക്ക് വേണ്ടതെന്നറിയോ സഹോദരങ്ങളെ? റസൂലുള്ള പറയുകയാണ്, മന്ദകറക്കും ബില്ലാഹി റുയതുഹു വസാദ ഫീ ഇൽമികും മന്ദിഖുഹു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആരുടെ ദർശനമാണോ പടച്ചവനെ നിനക്ക് ഓർമ്മ വരിക. മന്ദകറക്കും ബില്ലാഹി റുയതുഹു, ആരുടെ ദർശനം നിനക്ക് അല്ലാഹുവിനെ ഓർമ്മ വരുമോ? വസാദ ഫീ ഇൽമികും മന്ദിഖുഹു, ആരോടും മിണ്ടിയാലാ നിനക്ക് കുറച്ച് അറിവ് കിട്ടുക. വദകറക്കും ബില്ലാഹിറതി അമലുഹു, ആരുടെ പ്രവർത്തനം കണ്ടാലാ നമുക്ക് പടച്ചവന്റെ പരലോകത്തെ ഓർമ്മ വരിക. അങ്ങനെയുള്ള കൂട്ടുകാരന് മതിയെന്ന് മുഖ്ബിറേ സ്വാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, പെങ്ങളെ, കോളേജിൽ പഠിക്കുന്ന പെങ്ങളെ, എങ്ങനത്തെ കൂട്ടുകാരി നിനക്ക് വേണമെന്നറിയോ? 1ാമത്തേത് മന്ദകറക്കും ബില്ലാഹി റുയതുഹു, കാണുമ്പോ നിനക്ക് അല്ലാഹുവിനെ ഓർമ്മ വരണം അവളെ കാണുമ്പോ. എന്ന് പറഞ്ഞാൽ അച്ചടക്കത്തോട് ഭവ്യതയോടെ ശരീരം മുഴുവനും മറച്ചു വരുന്ന പെണ്ണാണ്. അവളെ കണ്ടാൽ തന്നെ നിനക്ക് അല്ലാഹുവിനെയാ പെട്ടെന്ന് ഓർമ്മ വരിക. തൊപ്പി വെച്ച ദാടി വെച്ച നിസ്കാര ചടമ്പുള്ള ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോ പെട്ടെന്ന് നമുക്ക് അല്ലാഹുവിനെ ഓർമ്മ വരില്ലേ കൂട്ടരെ? അങ്ങനത്തെ കൂട്ടുകാര് മതി. 2ാമതെന്താണ്? അല്ലാത്തവർ കാണുമ്പോ അല്ലാഹുവെ ഓർമ്മ വരണം. മുടി 28 തട്ടായി മുടിയും വെട്ടി വെച്ച്, കാണാനൊരു ശേലില്ലാതെ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് മൂക്കിൽ. ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു തിരുവനന്തപുരത്ത്. റബ്ബേ സുബ്ഹാനല്ലാഹ്, എന്ത് കാണുമ്പോ ഇതിൽ തള്ളി ഏതൊക്കെ നമ്മുടെ പുഴയുടെ അടുത്തൂടെ പോണ ഇതിനെ തള്ളി നമ്മൾ അങ്ങനെ ഇടും. കാരണം എന്താണ്? അങ്ങനെയെങ്കിലും വെള്ളത്തിൽ വീണതെന്ന് നനയട്ടെ എന്ന് വെച്ചിട്ട് എന്താ ഇവിടെ പാന്റ് ഇട്ടിരിക്കുന്ന ഇവിടെയാണ്. ഇവിടെ അതുവരെ ഈ ഷർട്ട് ഇട്ട് അവിടെ പാന്റ് ഇട്ടിട്ട്, മനസ്സിലായില്ലേ എവിടെയാണെന്ന്? ഇപ്പൊ കാണിക്കാൻ പറ്റൂല. കാരണം എന്താണ്? ഇപ്പൊ ഒരു പ്രൊഫസർ കുടുങ്ങി കിടക്കുകയാണ്. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ഏറ്റവും താഴെ മുട്ടിന് കുറച്ച് മുകളിലായി പാന്റൊക്കെ ഇട്ട് മൂക്കിൽ ഒരു റിങ്, 2ാമത്തെ ഈ മൂക്കിന്റെ ഈ ഭാഗത്ത് റിങ്, അതുപോലെ തന്നെ കവിളിൽ റിങ്, കാതിൽ റിങ്, എല്ലാ സ്ഥലങ്ങളിലും കണ്ടാൽ ഒരു വൃത്തികെട്ട കോലം, മുടിയൊക്കെ വെട്ടിവെച്ച് ഇങ്ങനെ വരുന്നു. ഇതാണ് ന്യൂ ജനറേഷൻ മോഡേൺ സ്റ്റൈല്. അങ്ങനത്തോനെ കണ്ടാൽ നമുക്ക് പിശാചിനെ ഓർമ്മ വരൂ? ആണോ അല്ലേ?
നന്നായിട്ട് തൊപ്പിയൊക്കെ വെച്ച് മുടിയൊക്കെ മാന്യമായി വെട്ടിയൊതുക്കി നല്ല നിലയിൽ വരുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോ നമുക്ക് പെട്ടെന്ന് അള്ളാനെ ഓർമ്മ വരും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട്. കാണുമ്പോൾ മുസ്ലിയാക്കന്മാരൊന്നുമല്ല, അല്ലാത്ത സാധാരണക്കാരായ ആളുകളെ കാണുമ്പോൾ തന്നെ അള്ളാഹെ ഓർമ്മ വരും. അതാണ് കൂട്ടുകാരൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോ. നന്നായിട്ട് വേഷവസ്ത്രം ധരിച്ച്, നന്നായിട്ട് മഫ്തയൊക്കെ ധരിച്ച്, നല്ല ഔറത്ത് മറച്ച് ഭവ്യതയോടെ നടക്കുന്ന പെൺകുട്ടിയെ കാണുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹെ ഓർമ്മ വരും. അങ്ങനത്തതും മതി നിങ്ങൾക്ക്. അല്ലാതെ ഏതെങ്കിലും ആൺകുട്ടികളുടെ നമ്പർ കൊണ്ട് തന്ന് മെസ്സേജ് അയപ്പിക്കുന്ന ഏതെങ്കിലും കുരുത്തം കെട്ട പെണ്ണുങ്ങൾ നിങ്ങൾക്ക് കൂട്ടുകാരായി വേണ്ട. അങ്ങനത്തെ ഒരുത്തരം നിങ്ങൾക്കും വേണ്ട, എനിക്കും വേണ്ട. അത് ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോ. രണ്ടാമത്തെ റസൂലുള്ളാഹി പറഞ്ഞു, വസാദ ഫീ ഇൽമികും മംദിഖുഹു. മിണ്ടിയാൽ എന്തെങ്കിലും ഒരു ഇൽമ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് കൂട്ടുകാരിൽ നിന്ന്? മിണ്ടിയാൽ എന്തെങ്കിലും ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടും. അള്ളാഹു നമുക്ക് അങ്ങനത്തെ കൂട്ടുകാരെ തരട്ടെ. മൂന്നാമത്തേത്, അവന്റെ പ്രവർത്തനം കണ്ടാൽ മതി ആഖിറത്തെ ഓർമ്മ വരും. അല്ലെ, കള്ളു കുടിക്കുമ്പോൾ നമുക്ക് നരകത്തേലേ ഓർമ്മ വരൂ. ആഖിറത്തിൽ വിജയിക്കുന്ന അല്ലെങ്കിൽ റബ്ബിന്റെ സ്വർഗത്തെ പറ്റി നമുക്ക് ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുന്ന ഒരുത്തൻ മതി നമുക്ക് കൂട്ടുകാരൻ. ഇനി അങ്ങോട്ട് വ്യക്തമാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, നിന്നെ കാണുമ്പോൾ നിന്നോട് അള്ളാനെ പറ്റി പറയണം, നീ ഇല്ലാത്തപ്പോ അള്ളാഹുവിനോട് നിന്നെ പറ്റി പറയണം. അങ്ങനത്തെ കൂട്ടുകാരൻ. മനസ്സിലായില്ലേ? നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി, മുലാഖാത്ത്, നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോ നിങ്ങളോട് പറയേണ്ടത് അള്ളാഹുവിനെ പറ്റിയാണ്. നിങ്ങൾ അവിടെ നിന്ന് പോയി, അപ്പൊ നിങ്ങളെ പറ്റി അള്ളാഹുവിനോട് പറയണം. അങ്ങനത്തെ കൂട്ടുകാർ മതി. നമ്മുടെ കൂട്ടുകാർ അങ്ങനെയാണോ? അല്ലെങ്കിൽ ഇന്നത്തെ രാത്രി അൺഫ്രണ്ട് ആക്കിക്കോ. എല്ലാത്തിനെയും വെട്ടിക്കളഞ്ഞോ. ആഖിറം വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ നാളെ ഒരു കഞ്ചാവും വലിച്ചോണ്ട് നടന്നോളി. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. തിരുവനന്തപുരത്ത് കുറെ ആളുകൾ കൂടി, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും BJP-കാരും നാട്ടിലുള്ള മതമുള്ളവരും ഇല്ലാത്തവരും സംഘടനയുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും കൂടെ തീരുമാനം എടുത്തപ്പോ കുറെ വടിയും കടിയുമായിട്ട് നടക്കുക കുറെ ആളുകൾ തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട ഒരു നഗരത്തില്. എന്തിനാന്നറിയോ? രാത്രി കഞ്ചാവ് വലി കുറെ എണ്ണം. അവിടെ ഉള്ളതൊന്നുമല്ല, വേറെ നാട്ടിലൊക്കെ വന്ന് ഇപ്പൊ കൊടുക്ക. ഇപ്പൊ നാക്കിനടിയിൽ സ്റ്റിക്കർ ഒട്ടിക്കുക. അണ്ണ പൈസ ഒന്നുമില്ല അണ്ണ എന്ന് പറഞ്ഞ് വരുന്നവനോട് പറയും, മോനെ നിനക്ക് ഒരു സ്റ്റിക്കർ തരാം, മാമ ഒരു സ്റ്റിക്കർ തരാം, നീ ഒരു 10 വരെ ഒപ്പിച്ച. അങ്ങനെ പണക്കാരന്റെ മക്കളെ 10 എണ്ണത്തിന് സ്റ്റിക്കർ വാങ്ങിച്ചു കൊടുക്കുമ്പോ യവൻ ഒരെണ്ണം ഫ്രീ. പിന്നെ അവസാനം സ്കൂളിലെ ഹോൾസെയിൽ ഡീലറായി ഈ 6ഉം 7ഉം 8ഉം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ മാറുന്നു. ഇതൊക്കെ വളർന്നു വന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല കൂട്ടുകാരൻ നിങ്ങൾ കൂട്ടുകൂടണം. അത്തർ കച്ചവടക്കാരന്റെ അടുത്ത് നിൽക്കും പോലെ ആകണം. ഒന്നുകിൽ പൈസ കൊടുത്ത് അത്ര വാങ്ങും, ഇല്ലെങ്കിൽ അവൻ സൗജന്യമായിട്ട് തരും. കുറെ നേരം കായില്ലാത്തവൻ കോഴിക്ക് നിൽക്കും പോലെ അങ്ങനെ വായി നോക്കിക്കൊണ്ട് അത്രയുടെ പോയി നിന്ന വഴുതിലൊക്കെ കണ്ടിട്ടില്ലേ? അത്ര കച്ചവടക്കാരൻ ഇങ്ങനെ പോയി നിൽക്കും, വഴുതും കേൾക്കൂല, ഒന്നും ചെയ്യില്ല, ഇങ്ങനെ കയറി നിൽക്കും. അവസാനം വെറുതെ അല്ലേ നിൽക്കുന്ന 25 രൂപ അത്ര പതുക്കെ ചെറിയ കുപ്പിയിൽ ഒഴിച്ചിട്ട് അവന് കൊടുക്കും. ഇല്ലെങ്കിൽ 50 രൂപയ്ക്ക് അത്ര വാങ്ങും. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ അത്ര നിൽക്കുന്ന സമയമെങ്കിലും അത്തറിന്റെ മണം അടിക്കൂലേ? അത്ര കച്ചവടക്കാരന് അത്ര തേക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? അവൻ എപ്പോഴും മണമുണ്ടല്ലോ. എന്നതുപോലെ ആകണം. ഒന്നുകിൽ നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് നമ്മൾ കണ്ട് നമ്മൾ പഠിക്കണം. ഇല്ല, അത്ര നമ്മൾ വാങ്ങും പോലെ, ഇല്ലെങ്കിൽ അത്ര നമുക്ക് സൗജന്യം തരും പോലെ അവൻ നമ്മളോട് പറയണം, എടാ എന്ന് പറയണം. ഇത് രണ്ടും അല്ലെങ്കിലോ അതിന്റെ മണമെങ്കിലും അടിക്കണം എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നതിനൊക്കെ നമുക്ക് ആളുകളിൽ നിന്ന് നല്ല മതിപ്പ് നമുക്ക് കിട്ടണം. അങ്ങനത്തെ കൂട്ടുകാരൻ മതി. ഇല്ലെങ്കിൽ കനാഫിഹിൽ ഖീരി നബി മുഹമ്മദ് മുസ്തഫ ആയുധ നിർമ്മാണശാലയിൽ, അഥവാ കൊല്ലന്റെ ആല എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും, ഇവിടെ എങ്ങനെ അറിയില്ല, ഇരുമ്പ് കട്ടിയെ കൊണ്ട് വെച്ചിട്ട് തീയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ അടിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇങ്ങനെ കറക്കിയിട്ട് അല്ലേ കൊല്ലന്റെ ആല അല്ലെ. അവിടെ പോയി എന്നുള്ള അവസ്ഥ എന്താണ്? മോശപ്പെട്ട കൂട്ടുകാരന്റെ ഉദാഹരണം അങ്ങനെയാണ്. അവിടെ പോയി ഇന്ന് തീപ്പൊരി തെറിച്ചിട്ട് നമ്മുടെ ഡ്രസ് ഇല്ലാതാവും അല്ലേ? അതല്ലെങ്കിലോ തീപ്പൊരി തെറിക്കാതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ പോലും അതിന്റെ നാറ്റവും കരിയും പോകുക നമ്മളെ പുറത്തടിക്കും. എന്നതുപോലെ മോശപ്പെട്ട കൂട്ടുകാരനോട് കൂടിയാൽ അവ ഏതെങ്കിലും പെണ്ണിനെ കയറി എവിടെയെങ്കിലും തൊടും, അടി നമുക്ക് കിട്ടും. നമ്മളല്ല ഇത് കറക്കിയത്, ആയുധം നിർമ്മിക്കുന്ന നമ്മളല്ല. പക്ഷെ തീപ്പൊരി ആരെ പുറത്ത? നമ്മുടെ പുറത്ത്. മറ്റോ കറക്കി നമുക്ക് അടിയും കിട്ടി. അത് തന്നെ. ഇതല്ലെങ്കിലോ അടിയൊന്നും കിട്ടിയില്ലെങ്കിലും പേര് ദോഷം നമുക്ക് കിട്ടും, പുകയും നാറ്റും അടിക്കുന്നത് പോലെ. അതുകൊണ്ട് കരുതിയിരുന്നോ, നല്ല കൂട്ടുകാരനെ ഇവിടെ വെച്ച് തെരഞ്ഞെടുത്തില്ലെങ്കിൽ എന്റെ പൊന്ന് സഹോദരിമാരെ, കോളേജിൽ പഠിക്കുന്ന ക്യാമ്പസിൽ പഠിക്കുന്ന സഹോദരിമാരെ, നിങ്ങൾക്ക് നാളെ റബ്ബിന്റെ മുമ്പിൽ പറയേണ്ടി വരും, അല്ലാഹുവേ ഞാൻ ഇന്നവനോടൊപ്പം കൂടണ്ടായിരുന്നു എന്ന്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത്തെ വിലാപം അള്ളാഹു പറയുകയാണ്, മൂന്നാമത്തെ
മൂന്നാമത്തെ വിലാപമേതെന്നറിയോ? സൂറത്തുൽ ഫജ്റിലൂടെ അല്ലാഹ് പറയുകയാണ്, കല്ലാ ഇദാ ദുക്കത്തിൽ അർളു ദക്കാ ദക്കാ വജാ റബ്ബുക വൽ മലകു സഫാ സഫാ വജീഅ യൗമൈദിൻ ബിജഹന്നമ യൗമഇദിൻ യതറക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു الذിക്റാ യഖൂലു യാ ലൈതനീ قدمت لحياتي. സഹോദരങ്ങളെ, അല്ലാഹു മൂന്നാമതായി പരിചയപ്പെടുത്തിയ നാളെ പരലോകത്തുള്ള നമ്മുടെ വിലാപം ഏതെന്നറിയോ? അങ്ങനെ വലത് ഇടത് കയ്യിൽ കിതാബ് വാങ്ങിയ വിലാപം കഴിഞ്ഞ് വായിച്ചു നോക്കിയപ്പോൾ കൂട്ടുകാരാണ് പഠിപ്പിച്ചതെന്ന് മനസ്സിലാക്കി. അങ്ങനെ ആ വിലാപം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് ഓടി വരുന്നതൊരു ഓർമ്മ. എന്താണ് നമ്മൾ പറയും? യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. അല്ലാഹുവേ, ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, അല്ലാഹുവേ, ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, വല്ലതും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ. പൊന്നു മുസ്ലിമേ, പൊന്നു മുസ്ലിമേ, ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് നാളത്തേക്ക് മാറ്റല്ലേ. ഇന്നത്തത് ഇന്ന് തന്നെ ചെയ്തു തീർക്കണേ. എപ്പോഴാ മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. സഹോദരങ്ങളെ, നമുക്ക് എപ്പോഴാണ് മരണമെന്ന് പറയാൻ കഴിയില്ല. ആരാണ് എപ്പോഴും മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ എത്രയോ എത്രയോ ഓട്ടങ്ങളാണ് നമ്മൾ ഓടുന്നത്. പക്ഷെ എപ്പോഴാ നമ്മളുടെ റൂഹ് പിടിക്കുന്നത്? റൂഹ് എവിടെയാണ്? അസ്രായീൽ എവിടെയാണ്? നമ്മുടെ ചെരുപ്പിന്റെ വാറ് പോലെ അടുത്ത് കിടക്കുകയല്ലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാളത്തേക്ക് മാറ്റല്ല മോളെ. ഇന്നത്തെ രാത്രി മാറണേ, ഇന്നത്തെ രാത്രി മാറണേ, മാറണേ. ഇല്ലെങ്കിൽ നാളെ നിലവിളിക്കും, യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി. അല്ലാഹുവേ, എന്തെങ്കിലും ഞാൻ ചെയ്തിട്ട് വരേണ്ടതായിരുന്നു, പറ്റിയില്ലല്ലോ, പറ്റിയില്ലല്ലോ. അത് ഇവിടെ വെച്ചാ നമ്മൾ പറയേണ്ടത്. അവസാനിപ്പിക്കട്ടെ. നാലാമത്തെ വിലാപം ഏതെന്നറിയോ? അല്ലാഹു പറയുന്നു, സൂറത്തിന്റെ അപകടത്ത് പരിശോധിച്ച് നോക്ക്. അമ്മയതസാഅലൂ എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂറത്തിൽ അല്ലാഹു പറയുകയാണ്, ഇന്നാ അംദർനാകും അദാബൻ ഖരീബാ യൗമ യൻളുറുൽ മർഉ മാ ഖദ്ദമത് യദാ വയഖൂലുൽ കാഫിറു യാ ലൈതനീ കുന്തു തുറാബാ. ഇത് നാലാമത്തെ വിലാപമാണ് മോമിനെ. അല്ലാഹു പറയുകയാണ്, യാ ലൈതനീ കുന്തു തുറാബാ. നമ്മൾ നാളെ പരലോകത്ത് നിന്ന് വിളിച്ചു പറയുന്നതാണ്. വിചാരണ നടന്നിട്ടുള്ള സമയത്ത് മൃഗങ്ങളെ മുഴുവനും അല്ലാഹു മണ്ണാകാൻ പറയുമ്പോ, പക്ഷികളെ മുഴുവനും മണ്ണാകാൻ പറയുമ്പോ, അല്ലാഹുവിന്റെ മാലാഖമാര് നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മളോട് അല്ലാഹു പറയുന്നു, അതുപോലെ നിങ്ങളും മണ്ണാകണേ, നിങ്ങളും മണ്ണാകണേ. ഉപ്പ നിങ്ങളോട് പറയും പോയി മണ്ണാകാൻ? ഇല്ല, ഇല്ല, അങ്ങനെ പറയില്ല നമ്മളോട്. നമ്മുടെ വീട്ടിലെ പശുക്കളോട്, കാളകളോട്, പോത്തുകളോട്, എരുമകളോട്, ആടിനോട്, കോഴിയോട് പറയും, നിങ്ങള് ചെന്നിട്ട് നിങ്ങളും മണ്ണാകണേ. അവര് മണ്ണാകുമ്പോ നമ്മൾ അവിടെ നിന്ന് പറയുകയാണ്, യാ ലൈതനീ കുന്തു തുറാബാ. അല്ലാഹുവേ, ഞങ്ങളെയും മണ്ണാക്കണേ അല്ലോ, ഞങ്ങളും മണ്ണായി മാറിയിരുന്നെങ്കിലെന്ന് കൊതിക്കുമ്പോ, സഹോദരങ്ങളെ, അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? അവിടെ മണ്ണ് നമ്മളോട് സംസാരിക്കുമെന്നാണ്. കാളകളും പോത്തുകളും എരുമകളും പശുക്കളും മണ്ണായ മണ്ണ്, ആ മണ്ണ് നമ്മളോട് വിളിച്ചു പറയും, ലാ കറാമത ലക മിൻ ജഅലിക മിസ്ലി. എടാ, എടാ, നിനക്ക് എന്നെ പോലെ ആകാനുള്ള യോഗ്യതയില്ലടാ, എന്നെ പോലെയാകാനുള്ള യോഗ്യത നിനക്കില്ലടാ. ആരോടാണ് പറയുന്നത്? മണ്ണ് നമ്മളോട് പറയും. നമ്മൾ ചവിട്ടി നടന്ന മണ്ണ് പറയും, നിനക്ക് എന്നെ പോലെ ആകാനുള്ള യോഗ്യതയില്ലടാ.
ആയിരക്കണക്കിന് ആളുകളെ ചവിട്ടി മരിച്ച മണ്ണേ, ആ മണ്ണ് നമ്മളോട് പറയും നിനക്ക് എന്നെ പോലെ ആകാനുള്ള യോഗ്യതയില്ലെന്ന്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഇവിടെ വെച്ച് തീരുമാനമെടുത്തോ. അതുകൊണ്ടാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഏത് സമയത്തും പറയുന്ന രണ്ടാണ്. പക്ഷികളെ കാണുമ്പോ പറയും, ഏത് സമയത്തെ കല്ലുകളെ കാണുമ്പോ പറയൂ, അലൈതനീ കുന്തു ഹജറാ, ഞാൻ ഈ കല്ലായിരുന്നെങ്കിൽ, അലൈതനീ കുന്തു ഷജറാ, ഞാൻ ഈ വൃക്ഷമായിരുന്നെങ്കിൽ. അവസാനം പറഞ്ഞു പറഞ്ഞ് അബൂബക്കർ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? യാ ലൈതനീ ലം തലിദിനീ ഉമ്മീ, അല്ലാഹുവേ എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാതിരുന്നെങ്കിലെന്ന്. ഇവിടെ വെച്ച് നമ്മളത് പറയണം. പരലോകത്ത് പോയി പറയാൻ നിൽക്കണ്ട, പരലോകത്ത് പോയി പറയാൻ നിൽക്കണ്ട. അല്ലാഹുവേ എന്നെയും മണ്ണാക്കിട്ട. അല്ലാഹു പറയും ഇല്ല. അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു മണ്ണ് മിണ്ടുമെന്ന് നമ്മളോട്. എടോ നിനക്ക് എന്നെ പോലെ ആകാനുള്ള യോഗ്യത ഇല്ലടാ എന്ന് പറയും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നാലാമത്തെ വിലാപവും തീർന്നു. ഞാൻ ചുരുക്കി പറഞ്ഞോട്ടെ, അഞ്ചാമത്തെ വിലാപം, അത് നമ്മൾ ഓരോരുത്തരെയും അവസാനം ഗത്യന്തരമില്ലാതെ നരകത്തിലേക്ക് അങ്ങ് വലിച്ചെറിയുമ്പോൾ ആ നരകത്തിന്റെ ഭീകരമായ, ആ നരകത്തിന്റെ ബീഭത്സമായ കുണ്ടിൽ കിടന്ന് നമ്മൾ നിലവിളിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഞാനും നിങ്ങളും വിളിച്ചു പറയുകയാണ്, യാ ലൈതനാ അതഅന അല്ലാഹ വ അതഅന റസൂല. അല്ലാഹുവേ ഞാൻ നിന്നെയും നിന്റെ പ്രവാചകനെയും വഴിപ്പെട്ടിരുന്നെങ്കിൽ, അല്ലാഹുവേ ഞാൻ നിന്നെയും നിന്റെ പ്രവാചകനെയും വഴിപ്പെട്ടിരുന്നെങ്കിൽ എന്ന് അവിടെ കിടന്ന് വിളിച്ചു പറയുമെന്നാണ്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ ഞാൻ നിന്നെയും നിന്റെ പ്രവാചകനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നേനെ. ഞാൻ ആരെയാണ് അനുസരിച്ചത്? ഞാൻ എന്റെ നേതാക്കന്മാര് പറയുന്നത് കേട്ടു. അണികളെ കേൾക്കണേ, നേതാക്കന്മാര് പറയുന്നത് നന്മയല്ലാതെ കേൾക്കല്ലേ, തിന്മകളൊന്നും കേൾക്കല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അവിടെ കിടന്ന് വഴി ഞാനും നിങ്ങൾ പറയുമല്ല, നിന്നെ അനുസരിച്ചെന്നെങ്കിൽ, നിന്നെ വഴിപ്പെട്ടിരുന്നെങ്കിൽ. റസൂല് പറഞ്ഞു, 3 ദിവസം ഒരു മോമിനോട് മിണ്ടാതിരുന്ന നീ നരകത്തിലാണ്. നമ്മുടെ നേതാക്കന്മാര് പറഞ്ഞവനെ കണ്ടാ മിണ്ടരുത്, അവനെ കണ്ടാ മിണ്ടരുത്. നമ്മളത് കേട്ടു. അവിടെ ചെല്ലുമ്പോ പറയും, അല്ലാഹുവേ ഞാൻ നിന്റെ പ്രവാചകനനുസരിച്ചിരുന്നെങ്കിൽ ഞാൻ നേതാക്കന്മാരെ അനുസരിച്ചു. പക്ഷെ അല്ലാഹുവേ എന്നെ അവരെ പിഴപ്പിച്ചു. അല്ലല്ലോന സബീല, എന്നെ അവരെ പിഴപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആതിഹിമൽ ഇഫൈനി മിനൽ അദാബ്, ഇരട്ടി ശിക്ഷ നീ കൊടുക്കണേ അല്ലാഹ്, അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ റബ്ബേ. സഹോദരങ്ങളെ, നേതാക്കന്മാരെ അനുസരിക്കാം. ഏത് വിഷയത്തിലാണ്? ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയേക്കാം. അല്ലാഹുവിന്റെ റസൂൽ അൻസാരികളിൽപ്പെട്ട ഒരു നേതാവിനെ അമീറായി നിശ്ചയിച്ചുകൊണ്ട് ഒരു സംഘത്തെ അയച്ചു. വനാന്തരത്തിലെത്തിയപ്പോൾ ഇയാള് കുറച്ച് ശുണ്ഠിക്കാരനാണ്, ഈ മനുഷ്യൻ വലിയ ദേശീയക്കാരനാണ്. അനുയായികളോട് ചോദിച്ചു, എടോ റസൂൽ എന്താ നിങ്ങളോട് പറഞ്ഞത്? അത് അനുയായികളായ ഞങ്ങൾ നിങ്ങളെ അനുസരിക്കണമെന്ന, ഏത് കാര്യത്തിൽ എല്ലാ കാര്യത്തിലും അനുസരിക്കണമെന്ന. എന്നാ വിറക് ശേഖരിക്കുമോ? കുറച്ച് വിറക് കൊണ്ടുവരുമോ? അങ്ങനെ പാവപ്പെട്ട സഹാബത്ത് വിറക് കൊണ്ടുവന്നു. അതിന് തീ കൊളുത്താൻ പറഞ്ഞു. ആ തീയിലേക്ക് എടുത്ത് ചാടാൻ പറഞ്ഞു. സഹോദരങ്ങളെ, കുറെ സഹാബത്ത് ചിന്തിച്ചത്, എന്റെ റസൂല് പറഞ്ഞതല്ലേ നേതാവിനെ അനുസരിക്കാം, അതുകൊണ്ട് ഞാനിതാ ചാടാൻ പോവുകയാ. അങ്ങനെ ചാടാൻ ഓടിയെടുത്ത പാവപ്പെട്ട ദുർബലരായ സഹാബത്തിനെ ശക്തന്മാരായ സഹാബത്ത് പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞതെന്തെന്നറിയോ? എടോ, ഇതുപോലത്തെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്താനാ റസൂല് നമുക്ക് വന്നത്, പിന്നെ എന്തിനാണ് നിങ്ങൾ അതിൽ ചാടുന്നത്? ഈ തീയിൽ നിന്ന് രക്ഷപ്പെടുത്താനല്ലേ റസൂല് നമുക്ക് വന്നത്. സഹോദരങ്ങളെ, തീ അണഞ്ഞു. അമീറിന്റെ നേതാവിന്റെ ദേഷ്യമടങ്ങി. വിഷയം റസൂലുള്ളാന്റെ കാതിലെത്തുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ലൗ ദഖലൂഹാ മാ ഖറജൂ മിൻഹാ ഇലാ യൗമിൽ
ഖിയാമ. അവരെങ്ങാനും അതിൽ ചാടിയിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അതിനകത്ത് അവർ കിടക്കേണ്ടി വരുമായിരുന്നു. എന്നിട്ട് നബി തങ്ങളൊരു ഉപദേശം കൊടുത്തു. അനുസരണ ഏത് വിഷയത്തിലും അറിയോ, അത്വാഅതു ഫിൽ മഅറൂഫ്, നല്ല കാര്യങ്ങളിൽ മാത്രം അനുസരിക്കണമെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ലതാരാണോ പറയുന്നത് അനുസരിക്കണേ, എന്നിട്ട് നല്ല ഒരു ജീവിതം നയിക്കണേ. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിന് അള്ളാഹു എല്ലാ അർത്ഥത്തിലും അള്ളാഹു പൂർണ്ണമായ ഒരു വിജയം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.